വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു ചോദ്യത്തോടെ അവസാനിക്കുന്ന ഒരു പുസ്തകമേ ഉള്ളൂ. അത് ബുക്ക് ഓഫ് ജോനായാണ്. ആ ചോദ്യത്തിന് ഒത്തിരി അടരുകളുണ്ട്, ഒത്തിരി ഇതളുകളുണ്ട്. ആ ചോദ്യം വളരെ ആർദ്രമാണ്. ചോദ്യം ഇങ്ങനെയാണ്: ആവണക്കൻ്റെ ചുവട്ടിൽ വാടിത്തളർന്ന മെയ്യും മനസ്സുമായി നിരാശയുടെ ചെങ്കടലിൽ ആഴ്ന്നു പോയിരിക്കുന്ന യോനായെ നോക്കിക്കൊണ്ട് സർവശക്തൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കുഞ്ഞേ, ഇടങ്കൈയും വലങ്കൈയും തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാനും മനുഷ്യരോട് എനിക്ക് കരുണ തോന്നരുതോ? ഒരു ചോദ്യത്തിൽ ബൈബിളിലെ വേറൊരു പുസ്തകവും അവസാനിക്കുന്നില്ല. ഈ പുസ്തകം ആരംഭിക്കുന്നത് പ്രതികാരത്തിൻ്റെ കാഹളത്തിലാണ്, അവസാനിക്കുന്നത് കരുണയുടെ മഴയിലാണ്. കുഞ്ഞേ, ഇടങ്കൈയും വലങ്കൈയും തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാനും മനുഷ്യരോട് എനിക്ക് കരുണ തോന്നരുതോ എന്നാണ്. സത്യത്തിൽ ഈ തുറന്ന പുസ്തകം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ, അതില്ല എങ്കിലും പറയാണ്, ഒരു മേമ്പൊടിക്കങ്ങ് പറയാണ് ഉണ്ടെന്ന്. ഈ വന്നത് വേഷമൊക്കെ കൊള്ളാം, പക്ഷേ ഒരു പുസ്തകത്തിനൊരു കുറവുണ്ട്. അത് കുറവ് തന്നെയാണ്. എന്നോടൊന്നും തോന്നരുത്. തോന്നിയാലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. നമ്മൾ വന്നതെല്ലാം കൊള്ളാം, പക്ഷേ ഈ പുസ്തകത്തിൻ്റെ കുറവ് കയ്യിലൊരു കുറവ് തന്നെയാണ്. ഇതിൽ നിന്ന് കരുണ എന്നൊരു 3 അക്ഷരം കുറച്ചാൽ ബാക്കിയുള്ളതൊക്കെ ചുമ്മാ മഷി മാത്രമാണ്. ഈ പുസ്തകത്തിൽ നിന്ന് കരുണ എന്നൊരു 3 അക്ഷരം എടുത്തു മാറ്റിയാൽ, അടർത്തി മാറ്റിയാൽ ബാക്കിയുള്ളതൊക്കെ ചുമ്മാ മഷി മാത്രമാണ്. ഈ ഒരു ചോദ്യം, കരുണ തോന്നരുതോ എനിക്ക് എന്നുള്ള ദൈവത്തിൻ്റെ ചോദ്യമാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും ഒരു പത്തി വിരിച്ചു നിൽക്കുന്ന പാമ്പിൻ്റെ രൂപമാണ് ചോദ്യചിഹ്നത്തിന്, ക്വസ്റ്റ്യൻ മാർക്കിന്. അത് നമ്മളെ ആഞ്ഞു കൊത്തും. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. യോനായുടെ പുസ്തകത്തിലെ അവസാനത്തെ ചോദ്യം, അത് കഴിഞ്ഞിട്ട് അയാൾ എവിടെയാണെന്ന് നമുക്കറിയില്ല, പ്രവാചകൻ എവിടെയോ. പക്ഷെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് കരിഞ്ഞു കിടക്കുന്ന ഒരു ആവണക്കിൻ്റെ തണലും തണുപ്പും. ആ ചെറിയ, അതൊരു വൃക്ഷമല്ല, അതൊരു സസ്യമാണ്. ആ ചെടിയുടെ ചുവട്ടിൽ വാടിത്തളർന്നൊരു ചേനത്തണ്ട് പോലെ ഒരു മനുഷ്യൻ. ഞാൻ കാണുന്നത് 2 കൈയും പുറകേക്ക് കുത്തി ആ മണൽപ്പരപ്പിൽ ഈ കരിഞ്ഞു വീഴുന്ന ആവണക്കിൻ്റെ ചുവട്ടിൽ നിസ്സഹായനായിരിക്കുന്ന ഒരു മനുഷ്യൻ. അതാണ് എൻ്റെ കണ്ണിലെ യോന. ദ ലാസ്റ്റ് സീൻ അതാണ്. ഈ പുസ്തകം ഒരു തിരക്കഥയാവുകയാണെങ്കിൽ അതിലെ അവസാനത്തെ സീൻ ഈ നിസ്സഹായതയുടെ സീനാണ്. ചോദ്യത്തോടെയാണ് അത് അവസാനിക്കുന്നത്: എനിക്ക് കരുണ തോന്നരുതോ? ഈ ചോദ്യം എന്നോടാണ് ചങ്ങാതി, താങ്കളോടാണ്. ആ ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു 2 അർത്ഥമെങ്കിലും, ഈ ചോദ്യങ്ങൾ നമുക്ക് 2 ഉത്തരത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു എന്നെനിക്ക് തോന്നുന്നു. അപ്പം നമുക്ക് അതിലേക്ക് പോകാം. നിങ്ങൾ ആ കുഞ്ഞിനെ ശ്രദ്ധിക്കരുത്, അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ആൾ അതിനെ അങ്ങോട്ട് വിളിച്ചോളും. നമുക്ക് ഈ വിഷയത്തിലേക്ക് വരണം. അത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. എനിക്ക് കരുണ തോന്നരുതോ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ ചോദ്യമാണ്. ഈ 1,20,000 ചില്ലുവാനം എന്നത് ഒരു സംതിങ് ആണ്, എക്സ്ട്രാ ആണ്. സെൻസസിനകത്തൊന്നും വരാത്ത ഈ പൊടിയും പറപ്പുമൊക്കെയാണ് ചില്ലുവാനം. ചില്ലുവാനത്തിനകത്താണ് ഞാനും സുഹൃത്തെ നിങ്ങളും. അത് ഓർത്തിട്ട് ഇവിടെ ഇരിക്കണം. ആ ചില്ലുവാനത്തിനകത്ത് വരാനുള്ളതേ ഉള്ളൂ നമ്മളെന്ന് ഓർത്തിട്ട്. എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ കണ്ണ് നനയിക്കുന്നത് യോനായുടെ പുസ്തകത്തിൽ ഈ ചെറിയ വാക്കാണ്, ചില്ലുവാനം. സംതിങ്, ഇത്തിരി അധികം വന്നത് എന്തൊക്കെയോ, കണക്കിൽ വരാത്തൊരാൾ. 2 ഉത്തരങ്ങളുണ്ട് ഈ ചോദ്യത്തിന്. എന്തിനാണ് ഈ ചോദ്യം യോനായോട് ചോദിച്ചത്? അല്ല, നമ്മളോട് ചോദിച്ചത്. ഒന്നാമത്തെ ഉത്തരം, ബലത്തിൽ നിന്ന് ബലം നൽകിയവനിലേക്ക് നമ്മെ തിരിപ്പിക്കുന്ന ചോദ്യമാണിത്. ആവർത്തിക്കാം. ബലത്തിൽ നിന്ന് ബലം നൽകിയവനിലേക്ക് നമ്മെ തിരിപ്പിക്കുന്ന ചോദ്യമാണ്. എ ക്വസ്റ്റ്യൻ ദാറ്റ് ടേൺസ് വൺ ഫ്രം പവർ ടു ദ ഗിവർ ഓഫ് പവർ.
നിനുവെ മുഴുവൻ, നമ്മുടെ യോനായും സ്വന്തം ബലത്തിൽ ആശ്രയിച്ച ഒരാളാണ്. ഈ ഇന്നത്തെ ടർക്കി, ലെബനോൻ, ഇറാൻ, ഇറാഖ് ഇതൊക്കെയാണ് പഴയ അസീറിയ. ആ അസീറിയയുടെ ഗ്രേറ്റ് ക്യാപിറ്റൽ ആയിരുന്നു ഒരു BC 600 മുതലെങ്കിലും 900 മുതൽ 600 വരെ ഒരു 300 വർഷം കിരീടം താഴെ വയ്ക്കാത്ത രാജാക്കന്മാരായിരുന്നു അസീറിയ. അതിന്റെ തലസ്ഥാനം നിനുവ അവരുടെ പവറിൽ അഭിരമിച്ചയാളാണ്. നിനുവയും അയാളുടെ അതോറിറ്റിയിൽ, പ്രവാചകന്റെ പവറിൽ വല്ലാതെ അഭിരമിച്ചതാണ്. ഈ ചോദ്യത്തിന്റെ, ഈ പുസ്തകം അവസാനിക്കുന്ന ചോദ്യം നമ്മെ രണ്ട് ഉത്തരത്തിലേക്ക് കൊണ്ടുപോകും. അതിൽ ആദ്യത്തേത് ഇതാണ്: എ ക്വസ്റ്റ്യൻ ദാറ്റ് ലീഡ്സ് വൺ ഫ്രം മൈറ്റ് ടു ഇറ്റ് സോഴ്സ്. മനുഷ്യന്റെ ശക്തിയിൽ നിന്ന്, ബലത്തിൽ നിന്ന് ബലം നൽകിയവനിലേക്ക്, ബലത്തിൽ നിന്ന് ബലം നൽകിയവനിലേക്ക് നമ്മുടെ ചിന്തകളെ തിരിപ്പിക്കുന്ന ചോദ്യമാണ്: കരുണ തോന്നരുതോ എനിക്ക്? നീ ഇങ്ങനെ ആവണക്കിന്റെ ചുവട്ടിൽ കിടക്കുകയല്ലേ? ദൈവത്തെ മറന്ന് നേട്ടങ്ങളെ ദൈവമാക്കുന്നൊരു കാലമാണ്. ആവണക്കൊരടയാളമാണ്. എന്തടയാളം? നമ്മുടെ കാലത്തിന്റെ അടയാളമാണ്. ആവണക്കൊരു തണലാണ്. തണലിന്റെ പ്രത്യേകത എന്താ? നാളെ രാവിലെ നിങ്ങളൊരു 9 മണിക്ക് ഇവിടുന്ന് കുറിച്ചി ഔട്ട് പോസ്റ്റിലേക്ക് നടന്നു പോകുന്നിരിക്കട്ടെ. 9-9:30 നല്ല വെയിലുണ്ട്. വഴിയിലെവിടെ ഒരു തണൽ കണ്ടപ്പോൾ കയറി നിൽക്കാൻ ഒരാശ. കയറി നിന്നു. 5 മിനിറ്റ് തണൽ കൊണ്ടു പോയി, ആശ്വാസമായി. ഉച്ചയ്ക്കൊരു 2 മണിക്ക് തിരികെ വരുന്നു. അപ്പോഴും നടന്നാണ് വരുന്നത്. ഔട്ട് പോസ്റ്റ് കഴിഞ്ഞ് പടിഞ്ഞാട്ട് വരുമ്പോൾ നമുക്കൊരാഗ്രഹമുണ്ട്, രാവിലെ പോയ സ്ഥലത്തൊരു തണലുണ്ടായിരുന്നു, അവിടെ കയറി നിൽക്കാമല്ലോ. പക്ഷെ നിങ്ങൾ ഈ 2 മണിക്ക് ഉച്ചയ്ക്ക് തിരികെ വരുമ്പോൾ രാവിലെ നിന്ന സ്ഥലത്ത് ആ തണലില്ല. തണൽ ഒരിക്കലും സ്റ്റാറ്റിക് അല്ലല്ലോ, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. രാവിലത്തെ തണൽ വൈകിട്ടില്ല. ആവണക്ക് ഒരു വലിയ തണലായിരുന്നു, യോനയുടെ ബലമായിരുന്നു. എന്താണ് ആവണക്ക്? നമ്മുടെ മക്കൾ ഒരാവണക്കാണ്. നമ്മുടെ തണലാണ്, തണലാകേണ്ടതാണ്. പക്ഷെ നാളെ അവർ നമ്മുടെ ആവണക്കായിരിക്കുമോ? റംബാച്ചൻ ഇടയ്ക്ക് പറയാറുള്ള ഒരു വരിയുണ്ട്: മക്കളെ കൊണ്ടെന്ന് കരയുന്നവർ ധാരാളമാണ്, മക്കളില്ലാതെ കരയുന്നവരെക്കാൾ കൂടുതൽ. നമ്മുടെ ഈ കൊച്ചു മലയാളത്തില് മക്കളില്ലാതെ കരയുന്നവരെക്കാൾ കൂടുതൽ മക്കളെ കൊണ്ട് കരയുന്നവരാണ്. മക്കൾ തണലാകും എന്ന് നാം വിചാരിക്കുന്നു. മക്കളൊരാവണക്കാണ്. നാളെ അത് നമ്മുടെ ആവണക്കാവുമോ? ജീവിത പങ്കാളി ഇന്നൊരാവണക്കാണ്, നമ്മുടെ തണലാണ്. നാളെ അത് ആവണക്കായിരിക്കുമോ? നമ്മുടെ ജോലി ഇന്ന് നമുക്കൊരാവണക്കാണ്, നമ്മുടെ ജീവിതത്തിന്റെ തണലാണ്. നാളെ അതങ്ങനെ ആയിരിക്കുമോ? നമ്മൾ ഇന്ന് നമ്മുടെ ചില നിക്ഷേപങ്ങൾ, നമ്മുടെ വാഹനങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വസ്ഥതയുണ്ടല്ലോ, ഇതൊക്കെ ഈ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും, ഞാൻ അതിൽ നിന്ന് മാറി നിന്നിട്ടല്ല പറയുക, നമുക്കെല്ലാം ഇതൊരു ആവണക്കാണ്. എത്രയോ ആവണക്കുകളുടെ തണലിലാണ് ഈ രാത്രി കസേരയിൽ നമ്മളിരിക്കുന്നത്. പക്ഷെ നാളെ ഇത് നമ്മുടെ ആവണക്കായിരിക്കുമോ? യോനയുടെ പുസ്തകത്തിൽ കരിഞ്ഞു പോകുന്നൊരു ആവണക്ക് ഒരു പാഠമാണ്. ആവണക്കായിരുന്നു യോനയുടെ ബലം. പക്ഷേ ദൈവത്തിൻ്റെ ചോദ്യം കേട്ടപ്പോൾ ആവണക്കിൽ നിന്നും ആവണക്ക് കൊടുത്ത ദൈവത്തിങ്കിലേക്ക് യോന മടങ്ങിപ്പോയി. നമ്മൾ ഈ ബലം നൽകിയവനെ മറക്കുകയും ബലത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു. ഞായറാഴ്ച ആരാധനാ സമയത്ത് നമുക്കുള്ളൊരു കട തുറന്നു വയ്ക്കുമ്പോൾ നമ്മൾ കട തന്ന ദൈവത്തെ മറന്നു പോവുകയാണ്. ഞായറാഴ്ച ഒരു തിരക്കിട്ട് നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ ആരാധന നാം നഷ്ടപ്പെടുത്തുമ്പോൾ ആ കല്യാണത്തിന് പോകാൻ ദൈവം തന്നൊരു അവസരം ഉണ്ടല്ലോ. കല്യാണത്തിന് പോകുമ്പോൾ ബലം നൽകിയവനെ, കല്യാണം തന്ന ദൈവത്തെ മറന്നു പോവുകയാണ്. ഞായറാഴ്ച നമ്മുടെ കുട്ടിയെ കാണാനായിട്ട് ഹോസ്റ്റലിലേക്ക് രാവിലെ ആരാധന മുടക്കിപ്പോകുമ്പോൾ ബലമായ കുട്ടിയെ ഓർക്കുകയും ബലമായ നമ്മുടെ മോളെ ഓർക്കുകയും ആ ബലം തന്ന തമ്പുരാനെ നമ്മൾ മറക്കുകയും ചെയ്യുകയാണ്. എൻ്റെ ചങ്ങാതിമാരെ, എല്ലാം ഒരു ആവണക്കല്ലേ? ഇന്ന് രാത്രി വളരെ ശാന്തമായി ചിന്തിച്ചോളൂ. എല്ലാം ഒരു ആവണക്കാണ്. ഈ പുസ്തകം ആരംഭിക്കുമ്പോൾ നിനുവയുടെ അഹങ്കാരമുണ്ട്, യോനയുടെ അഹംഭാവമുണ്ട്, അല്ലേ? പക്ഷെ ഈ പുസ്തകം അവസാനിക്കുമ്പോൾ അയ്യോ എന്നൊരു ശബ്ദമുണ്ട് അതിനകത്ത്, അനുതാപത്തിന്റെ ശബ്ദമാണ്.
ഈ അയ്യോയ്ക്ക് മുമ്പ് തുടക്കത്തിൽ യോന പറഞ്ഞത് നിനിവേയ്ക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ യോന പറഞ്ഞത് ഓ എന്നാണ്, ഓ എന്നാണ്. പക്ഷെ അവസാനം മത്സ്യത്തിൻ്റെ വയറ്റിൽ യോന അയ്യോ എന്ന് പറഞ്ഞു. നമ്മുടെയും പ്രശ്നം എന്താണ്? കൺവെൻഷൻ അല്ലേ ചേട്ടത്തി, വൈകിട്ട് പോകുന്നുണ്ടോ? ഓ, മർത്തമറിയ സമാജത്തിൻ്റെ ഗ്രൂപ്പ് മീറ്റിംഗ് നാളെ ഉച്ചയ്ക്ക് പള്ളിയിലല്ലേ, സുസമ്മ നീ വരുന്നോടി? ഓ, മറ്റേ അച്ഛൻ ധ്യാനം വെച്ചിട്ടുണ്ടല്ലോ മറ്റേ ബുധനാഴ്ച നോമ്പിൽ, മറിയാമ്മ നീ വരുന്നുണ്ടോ? ഓ, ഇങ്ങോട്ട് നോക്കിക്കേ, ഉള്ളതിൽ ഒത്തിരി രൂപ പറയും. 50 നോമ്പല്ലേ, നോക്കുന്നുണ്ടോ ചേട്ടായി, നോക്കുന്നുണ്ടോ? ഓ, 25 ഈ പുസ്തകത്തിൽ ആരംഭിക്കുമ്പോൾ യോന പറയുന്നത് നിനിവേയ്ക്ക് പോകണം. ഓ, പക്ഷെ അവസാനിക്കുമ്പോൾ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ യോന പറയുന്നു അയ്യോ. നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ പാസീവായ ഓകളുണ്ടല്ലോ, ഓ പിന്നെ ഓ അച്ഛൻ ഓ ഓ 25 ഉണ്ടല്ലോ, ഈ ഓ എല്ലാം അവസാനം അയ്യോ ആകും. ഒരു വേദശാസ്ത്രമല്ല, വളരെ സിമ്പിളായ കാര്യമാണ്, വളരെ ലളിതമായ കാര്യമാണ്. ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ബലത്തിൽ ആശ്രയിച്ച് ബലം നൽകിയവനെ മറന്നു പോകുമ്പോൾ, ഹ്യൂമൻ മൈറ്റ് ഉണ്ട്, ഡിവൈൻ സോഴ്സ് ഉണ്ട്. ആവണക്കെന്ന് പറയുന്നൊരു ഹ്യൂമൻ മൈറ്റാണ്, മനുഷ്യന്റെ ശക്തിയോ മനുഷ്യന്റെ ബലമോ ഒക്കെയാണ്. പക്ഷെ ഇത് തന്നൊരു ഡിവൈൻ സോഴ്സ് ഉണ്ട്. യോനയുടെ പുസ്തകം അവസാനിക്കുമ്പോഴുള്ള ചോദ്യചിഹ്നത്തിന് നമ്മുടെ കാലത്തിലും ഒരുപാട് അർത്ഥമുണ്ട്. വലം കൈയും ഇടം കൈയും തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാൻ. പഴയ നിയമത്തിലെ യാക്കോബ് ബലത്തിൽ ആശ്രയിച്ച ആളാണ്. അദ്ദേഹം ഈ അപ്പന് ഈ ബീഫ് ഫ്രൈക്കകത്ത് സവാളയൊക്കെ ഇട്ടിട്ട് പണി കൊടുത്ത ആളാണ്, തട്ടിപ്പറിച്ച ആളാണ്. ചേട്ടന് അടപ്രഥമനകത്ത് ഏലക്ക മൂപ്പിച്ചിട്ട് കൊടുത്ത് യേശാവിൻ്റെ മൂക്കിനകത്ത് ഈ മണം അടിച്ച് കയറ്റിയിട്ട് ജ്യേഷ്ഠസ്ഥാനം വാങ്ങിച്ച ആളാണ്. അതിവേഗം ഓടിക്കൊണ്ടിരുന്നൊരു യാക്കോബുണ്ട്. ബൈപ്പാസ് ആയിരുന്നു യാക്കോബിന് ഇഷ്ടം, അല്ല യേശാവിന്. ഈ കാലഘട്ടത്തിലെ KSRTCയുടെ ഭാഷ പറയട്ടെ, യേശാവ് ഒരു ബൈപ്പാസ് റൈഡർ ആയിരുന്നു. അനിയനെ യേശാവല്ലേ യാക്കോബ്, യേശാവിനെ ബൈപ്പാസ് ചെയ്തു പോയി. എല്ലാത്തിലും അയാളൊരു ബൈപ്പാസ് റൈഡറായിട്ട് ഓടിയുള്ള യാക്കോബ്. അവസാനം പദ്ദനരാമിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു മല്ലുപിടുത്തമുണ്ട്, ഒരു ബോക്സിങ്. ഈ യാക്കോബ് ഈ മല്ലുപിടുത്തം അവിടെ തുടങ്ങിയതല്ല. പണ്ട് റബേക്കാമ്മച്ചിയുടെ ഉദരത്തിൽ കിടന്നപ്പോഴും യേശാവ് യാക്കോബോട് ഗുസ്തി പിടിച്ചിട്ടുണ്ട്. അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പ്രസവിക്കാൻ വയ്യ, ഇതുങ്ങളെ കൊണ്ട് അകത്ത് കിടക്കുമ്പോൾ തന്നെ ഗുസ്തിയാണ്. ഈ ബോക്സിങ് പണ്ടേ യാക്കോബിന് ഇഷ്ടമാണ്. യേശാവ് ആദ്യം പ്രസവിക്കപ്പെട്ടപ്പോൾ, ഡെലിവറി കഴിഞ്ഞപ്പോൾ യാക്കോബ് യേശാവിൻ്റെ കാലിൽ പിടിച്ച് വിടില്ലട അങ്ങനെയെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പുറത്തോട്ട് വന്നത്. ഈ ബോക്സിങ് യാക്കോബിനൊരു ശീലമാണ്. പക്ഷെ പെനിയേലിൽ ദൈവത്തോട് മല്ലു പിടിക്കുന്ന യാക്കോബിന്റെ തുടയുടെ തടം ദൈവം തൊട്ടു. മുടന്തി നടന്നതാണ്. ബൈപ്പാസ് റൈഡർ പിന്നീട് ഒരു ഓട്ടോറിക്ഷയുടെ വേഗത പോലും ഇല്ലാത്ത ആളായി. യാക്കോബ് പിന്നെ ആയുസ് മുഴുവൻ മുടന്തി നടക്കുന്നൊരു സീനുണ്ട്. ഇത്രയേ ഉള്ളൂ. ബലത്തിൽ ആശ്രയിച്ചിട്ട് ബലം നൽകി ഒരാളെ മറന്നു പോകുമ്പോൾ ഒടേതമ്പുരാന്റെ ദൂതന്റെ കരസ്പർശമേറ്റപ്പോൾ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള അസ്ഥികളിലൊന്നാണ് തുട. യാക്കോബിന് കിട്ടിയത് ഹിപ്പ് ഇഞ്ചുറിയാണ്. ഹിപ്പ് ഇഞ്ചുറിയാണ് കറക്റ്റ്. അത് ഹിപ്പ് ഇഞ്ചുറി കിട്ടിയതെപ്പോഴാ? വയസ്സ് 98. സെഞ്ചുറി അടിക്കാൻ പോവാണ് യാക്കോബ്. ഇങ്ങനെ നേട്ടങ്ങളുടെ പുറകെ പരക്കം പാഞ്ഞൊരു മനുഷ്യൻ സെഞ്ചുറിയുടെ മുന്നിൽ ഹിപ്പ് ഇഞ്ചുറിയായി. നമ്മളൊക്കെ നേട്ടങ്ങളുടെ സെഞ്ചുറികളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ 98 വയസ്സെന്നൊക്കെ പറയുന്നത് ഇല്ല, ആരാണ്ട് പറഞ്ഞതുപോലെ നന്നായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ റണ്ണൗട്ട് ആവുക എന്നുള്ളതാണ്. അതാണ് പ്രശ്നം. സെഞ്ചുറിയുടെ മുമ്പിലാണ് അറ്റ് ദ ഏജ് ഓഫ് 98 യാക്കോബിന് ഹിപ്പ് ഇഞ്ചുറി ഉണ്ടായി. ഒരു ബൈപ്പാസ് റൈഡർ ആയിരുന്നു യാക്കോബ്. ഇനിയിപ്പോ മെല്ലെ മുടന്തി നടക്കാണ്. ഈ മഹാകവി ഉള്ളൂര് അമൃതധാര എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കവിതയിൽ ഇങ്ങനെ പാടിയിട്ടുണ്ട്. നമ്മുടെ തന്നു നാം ഓർത്തിരിക്കും,
നമ്മുടേതെന്നു നാം ഓർത്തിരിക്കും. ഇമ്മട്ടിലുള്ളൊരു വസ്തുവേതും കാലമാം കൺകെട്ടുകാരൻ കാട്ടും ജാലമല്ലെന്നാർക്കു തീർത്തുരയ്ക്കാം. ഇതെന്റെയാണ് നമ്മൾ പറയുന്നില്ലേ? യാക്കോബ് അങ്ങനെ പറഞ്ഞ ആളാണ്. ഈ ആടല്ല എന്റെയാണ്, അമ്മായിപ്പന്റെ ആടൊക്കെ അടിച്ചു മാറ്റി, ചേട്ടന്റെ അടിച്ചു മാറ്റി, എല്ലാവരുടെയും അടിച്ചു മാറ്റി. പക്ഷേ എല്ലാം എന്റെയാണെന്ന് പറയുന്നു. നമ്മുടേതെന്നു നാം ഓർത്തിരിക്കും. ഇമ്മട്ടിലുള്ളൊരു വസ്തുവേതും കാലമാം കൺകെട്ടുകാരൻ കാട്ടും ജാലമല്ലെന്നാർക്കു തീർത്തുരയ്ക്കാം. ഇതൊക്കെ ഒരു പെട്ടെന്ന് മാഞ്ഞു പോകുന്നതാണെന്ന്. കൂടുന്നു വന്നിവ എങ്ങു നിന്നോ തേടുന്നു പെട്ടെന്ന് മറ്റൊരിടം. നമ്മുടേതെന്ന് നാം ഓർത്തിരിക്കും. ഈ എല്ലാ കാര്യങ്ങളും ഈ കാലം അല്ലെങ്കിൽ ഒരു പരമ്പൊരുൾ നമ്മുടെ മുന്നിൽ കാണിക്കുന്ന മായാക്കാഴ്ചയാണ്. ബൈബിളിലെ ഏറ്റവും സുഖിച്ച് ജീവിച്ച മനുഷ്യൻ ശലോമോനല്ലേ? ഒരുപാട് ശ്രേയസിലൂടെ പോയ ആളാണ്. പക്ഷെ ശലോമോൻ അവസാനം എഴുതുന്ന കുറിപ്പുകളിൽ സഭാപ്രസംഗിയിൽ ആവർത്തിക്കുന്ന ഒരു വാക്കുണ്ട്. എന്താ? മായ. സകലതും പറയൂ. നിങ്ങൾക്ക് അറിയില്ലേ? പറയൂ. ഇല്ല, ഇവിടെ സർവേ കല്ല് പോലും ഇവിടെ ഇരിക്കത്തേ ഉള്ളല്ലേ. സകലതും മായ. അത്രേ ഉള്ളൂ. വലിയ നോമ്പ് തുടങ്ങുമ്പോൾ വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് നമ്മളിങ്ങനെ പാടുന്നൊരു പാട്ടുണ്ട്. മണ്ണാൽ മനയപ്പെട്ടവനെ നീ കളിക്കേണ്ട, മണ്ണേ നാളെ ചേരും നീ മാതാവാ മണ്ണിൽ. ഈ ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഏതാണ്? സതാംപ്ടൺ അല്ല, പഞ്ചാബ് യൂണിവേഴ്സിറ്റി അല്ല, കേരളയല്ല, ഓക്സ്ഫോർഡ് അല്ല, ഗാന്ധി യൂണിവേഴ്സിറ്റി അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി സെമിത്തേരിയാണ്. അവിടെ കിടക്കുന്ന മനുഷ്യര് പ്രകടിപ്പിക്കാത്ത സ്നേഹവുമായി ഇസ്ലാമിന്റെ കീഴിലേക്ക് പോയവർ, ജീവിച്ചിരുന്നപ്പോൾ ചിരിക്കാത്ത മനുഷ്യർ, ചിരിക്കാത്ത എവിടെയും കാണും, അങ്ങനെ ഇസ്ലാമിന്റെ കീഴിലേക്ക് പോയവർ, ആലിംഗനം ചെയ്യാത്ത ചുണ്ടുകളുമായി ആ ഇസ്ലാമിന്റെ കീഴിലേക്ക് മടങ്ങിപ്പോയവർ, ഒരു നല്ല വാക്ക് പറയാതെ മടങ്ങിപ്പോയവർ, അവരൊക്കെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി സെമിറ്ററി തന്നെയാണ്. അതുകൊണ്ടാണ് നോമ്പിൽ പാടുന്നത്, മണ്ണാൽ മനയപ്പെട്ടവനെ നീ കളിക്കേണ്ട, മണ്ണേ നാളെ ചേരും നീ മാതാവാ മണ്ണിൽ. എങ്ങനെ വലിയോർ ഭീകരരായി തീർന്നു ഖബറിനുള്ളിൽ കയറി കാണുക നീ. സെമിത്തേരി വിളിക്കാണ്, ചേട്ടാ ഒരു മിനിറ്റ് ഒന്ന് വന്നിട്ട് പോവും. ഖബറിനുള്ളിൽ കയറി കാണുക നീ. ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി സെമിത്തേരിയാണ്. നമ്മൾ നമ്മുടെ ബലത്തിൽ ആശ്രയിക്കുന്നു. നമ്മുടെ ആവണക്കുകൾ നാളെ എവിടെ? നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ വീട്, നമ്മുടെ തണൽ. ബുദ്ധമതത്തിന് 4 അടിസ്ഥാന ചിന്തകളുണ്ട്. ഒന്ന്, സർവം ശൂന്യം, ഈ കാണുന്നതൊക്കെ ശൂന്യമാണ്. 2, സർവം ക്ഷണികം, എല്ലാം ഒരു ചെറിയ കാലത്തേക്കുള്ളതാണ്. 3, സർവം പ്രതീതി. പ്രതീതി എന്ന് പറഞ്ഞാൽ ഉണ്ടോ ഇല്ലയോ ഒരു തോന്നലാണ്. ആവണക്ക്, തണലെന്ന് പറയുന്നൊരു പ്രതീതിയാണ്. നമ്മൾ അടുത്ത് നോക്കുമ്പോൾ തണൽ എത്ര ഉണ്ടാവണമെന്നില്ല. സർവം പ്രതീതി, സർവം നിരാത്മം. ബുദ്ധമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഈ 4 എണ്ണാണ്. സർവം ശൂന്യം, സർവം ക്ഷണികം, സർവം പ്രതീതി, സർവം നിരാത്മം. എൻ്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് ഈ നമ്മുടെ സന്ധ്യയ്ക്ക് നമ്മുടെ പാട്ടുകളില്, സുറിയാനി സഭയുടെ ആരാധനകളില് നിബിവാക്യം പോൽ ജനമല്ല ജലബിന്ദുക്കൾക്കൊപ്പമതാം. കേട്ടിട്ടില്ലേ? ഇല്ല, എൻ്റെ കുഴപ്പമല്ല. ഞാൻ ഈ പറയുന്നത് ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ നിന്നൊക്കെ വന്നിരിക്കുന്നവരോടൊന്നും അല്ലല്ലോ, ഇവിടെ ഉള്ളവരോട് തന്നെയല്ലേ.
ഇതൊക്കെ കേട്ടിട്ടില്ല, അതും കുറച്ച് വലിയ വെള്ളിക്കാർ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് എനിക്കൊരു നാണക്കേടില്ല. ഓൺലൈൻ മൊത്തം പോകുന്നതാണ് കേട്ടോ, നിങ്ങൾക്കാണ് നാണക്കേട്. ഓൺലൈനിലെ കുഴപ്പമില്ല. നിബിവാക്യം പോൽ ജനമല്ല. പ്രവാചകൻ പറയുന്നു, ജനം ഒരു വെള്ളത്തുള്ളി പോലെയാണ്. കിളിപ്പാട്ടിൽ എഴുത്തച്ഛൻ പറഞ്ഞതും അങ്ങനെയാണ്. അഗ്നിസന്തപ്ത ലോകസ്താംബ ബിന്ധുന സന്നിഭം മർത്യജന്മം. സ്കൂളിൽ പഠിച്ചിട്ടല്ലേ? ഇല്ല, CBSE. സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം കലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാം ഭോഗങ്ങൾ തേടുന്നു. അല്ലേ? ഇതൊക്കെ നമ്മള് 7ാം ക്ലാസ്സിലും കണ്ട് പഠിച്ചത് ഇപ്പോഴും ഉണ്ട് മനസ്സിൽ. അപ്പൊ ലോകം ഇത്രയേ ഉള്ളൂ. താന്തരായി പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ, ഇങ്ങനെ വെള്ളത്തിൽ ഒഴുകി വരുന്ന തടിക്കഷണങ്ങൾ പോലെ എങ്ങ് നിന്നോ വന്നു, എങ്ങ് നിന്നോ എവിടെ വെച്ചൊക്കെയോ വേർപിരിഞ്ഞു പോകുന്നു. ബലം നൽകിയവനെ മറന്നു പോകല്ലേ. കത്തോലിക്ക പാരമ്പര്യത്തില് വലിയ നോമ്പ് ആരംഭിക്കുന്നത് ബുധനാഴ്ചയാണ്. ചാരം പൂശുന്നൊരു ദിവസമാണ്. ഭസ്മാന്തം ശരീരം. ഹൈന്ദവ പാരമ്പര്യത്തിൽ പറയും, ഒരാൾ മരണപ്പെട്ട് ദഹിപ്പിക്കുകയാണെങ്കിൽ തടിയും വിറകും ചന്ദനമുട്ടിയുടെ ഒക്കെ വെയിറ്റ് കുറച്ച് മനുഷ്യന്റെ ശരീരം മാത്രത്തിന്റെ ഭാരമെടുത്താൽ ഉള്ളി 54 grams ഓഫ് ആഷ്, 54 ഗ്രാം മാത്രം. ഈ ഓട്ടമെല്ലാം ഈ 54 ഗ്രാമിൽ അവസാനിക്കുമെന്നാണ്. യോനയുടെ പുസ്തകത്തിലെ അവസാനത്തെ ചോദ്യം നമ്മളെ തിരിപ്പിക്കുന്നു, ബലത്തിൽ നിന്ന് ബലം നൽകിയവനിലേക്ക്. ഒരുപക്ഷെ ഇന്ന് രാത്രി നമ്മുടെ കുടുംബത്തിന്റെ പേരില്, നമ്മുടെ മക്കളായിരിക്കുന്ന ഇടങ്ങളുടെ പേരില്, നമ്മുടെ മക്കൾക്ക് കിട്ടിയ ബന്ധങ്ങളുടെ പേരില്, കിട്ടിയ വിദ്യാഭ്യാസത്തിന്റെ പേരില്, കിട്ടിയ A+കളുടെ പേരില്, കിട്ടിയ നന്മകളുടെ പേരിൽ എവിടെയെങ്കിലും ഒരു ശകലം പുകഴ്ചയുണ്ടാകുന്നെങ്കിൽ ബലത്തിൽ നിന്ന് ബലം നൽകിയവനിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്ന ചോദ്യമാണ് യോനയുടെ പുസ്തകം അവസാനം. നമ്മളൊക്കെ 2 കാലിലാണ് ഇവിടെ വന്നത്. നമ്മൾ തുടങ്ങിയത് 4 കാലിലാണ്. നിങ്ങൾ ഉദ്ദേശിച്ച 4 കാലല്ല, അത് വേറെ. 2 കൈയും 2 കാലും ഇട്ട് ഇഴഞ്ഞാണ് 2 വയസ്സിൽ തുടങ്ങിയത്, അല്ലേ? ഇപ്പൊ 2 കാലിലാണ്. ഇനി അവസാനവും 3 കാലിലാണ്. ഒരു വടിയും കൂടെ കുത്തുമ്പോൾ 3 കാൽ. 4 കാലിൽ തുടങ്ങി 2 കാലിൽ തുടർന്ന് 3 കാലിൽ അവസാനിക്കുന്ന ഒരു ചെറിയ ജീവിതം എന്ത് പുകഴാനുണ്ടെന്നുള്ളതാണ്. ഈ ലോകത്തിലേക്ക് നമ്മൾ പിറന്നു വിടുന്നത് തലകുത്തിയിട്ടാണ്. ഒരു നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് തലയും കുത്തിയാണ് വന്നത്. തലയും കുത്തിയാണ് ഓരോ മനുഷ്യനും ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത്. ഇനി ഇവിടുന്ന് പോകുന്നത് തല ചായച്ചിട്ടാണ്. ഇതിനിടയ്ക്ക് തലപൊക്കി പിടിക്കുന്നത് എത്ര കാലമാണ്? തലക്കനത്തിന്റെ കാലം എത്രയാണ്? തലകുത്തി വന്ന കാലത്തിനും തല ചായച്ചു പോകുന്ന കാലത്തിനും ചെറിയൊരു കാലം തലപൊക്കി പിടിക്കുമ്പോ, ബലത്തിൽ ആശ്രയിക്കുമ്പോൾ ബലം നൽകിയവനെ മറന്നു പോകരുതേ. സത്യത്തിൽ ഈ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഇതൊക്കെയാണ് ഓർക്കേണ്ടത്. ഒരു പിതാവ് ഇങ്ങനെ കുറിച്ചിട്ടുണ്ട്, ആദാമിന്റെ മകനെ, നീ കേവലം കുറെ ദിവസങ്ങൾ മാത്രമാണ്. ഓരോ ദിവസവും നിന്റെ തന്നെ ഒരു ഭാഗമാണ് അടർന്നു പോകുന്നത്. സത്യമല്ലേ? 2026 ജനുവരി 28 കഴിഞ്ഞ വർഷത്തെ കലണ്ടർ നമ്മൾ ചുവരിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ഇരിപ്പൊക്കെ കണ്ടില്ല, എടുത്തു കളഞ്ഞിട്ടില്ലേ? എന്തെങ്കിലും ഒന്ന് പറയൂ. ഇല്ല. ചില വീടുകൾ അങ്ങനെയാണ്. ഈ 2015 മുതലുള്ള കലണ്ടർ മേളി ഇട്ടേക്കും. അത് കാണുമ്പോൾ അറിയാം വീട്ടിൽ ഓർഡറൊക്കെ. അപ്പോൾ ഓർത്ത് നോക്കിക്കേ, നമ്മൾ കഴിഞ്ഞ വർഷത്തെ കലണ്ടർ എന്ത് ചെയ്തിട്ടുണ്ട്? എടുത്തു മാറ്റിയിട്ടുണ്ട്. മനോരമയുടെ കലണ്ടർ അല്ലെങ്കിൽ മാതൃഭൂമിയുടെ കലണ്ടർ. ശരിക്കും കലണ്ടർ അല്ല എടുത്തു മാറ്റിയത്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ചുവരിൽ നിന്ന് അടർത്തി മാറ്റിക്കളഞ്ഞത്. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് കലണ്ടറിന്റെ രൂപത്തിൽ, അല്ലേ, നമ്മൾ ചുവരിൽ നിന്ന് അടർത്തി മാറ്റിക്കളഞ്ഞത്. നമ്മുടെ ജീവിതമാണ് ഒരു കഷണമായി, ഒരു 6 പേപ്പറായി, കലണ്ടറായി അടർന്നു പോയതെന്ന് ഓർത്ത് നോക്കിക്കേ. 2027 നമ്മൾ എന്ത് ചെയ്യും? കലണ്ടർ മാറ്റുമോ? ഉറപ്പൊന്നുമില്ല, ഒരുറപ്പുമില്ല. അതുകൊണ്ടാണ് നിബിവാക്യം പോൽ ജനമെല്ലാം, ഒരു ജലത്തുള്ളി പോലെ മാത്രം. നമ്മൾ ഈ ഇരിക്കുന്നവരും ഞാനും ഒക്കെ ബോധത്തോടാണ് അവസാനം മരിക്കുന്നതെങ്കിൽ, മിക്കവാറും പറ്റത്തില്ല, വെന്റിലേറ്ററിൽ കിടന്ന് വെള്ളം ഇറങ്ങാതെ ആകത്തേ ഉള്ളൂ. എങ്കിൽ പോലും ബോധത്തോടെ മക്കളെയും പ്രിയപ്പെട്ടവരെയും കണ്ടാണ് കണ്ണടയ്ക്കുന്നതെങ്കിൽ അവസാനം ഓർക്കാൻ പോകുന്നത് ഈ ഒരു ചിന്തയായിരിക്കും. അത്രേ, ജീവിതത്തിൽ വലുതെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ എത്ര ചെറുതായിരുന്നു. ജീവിതത്തിൽ ചെറുതെന്നും നിസാരമെന്നും ഞാൻ കരുതിയ കാര്യങ്ങളായിരുന്നല്ലോ വലുത്. അല്ലെങ്കിൽ മരിക്കാൻ നേരം എന്നെ ഓർത്താൽ മതി. ഇങ്ങനെ കേട്ടിട്ടുണ്ട്. നമ്മൾ അവസാനമായിട്ട് ചിന്തിക്കാൻ പോകുന്ന ഇതാണ്. നമ്മൾ ഈ വലുതെന്ന് വിചാരിക്കുന്നത് നമ്മുടെ
നമ്മുടെ ഇടവകയിൽ നമ്മൾ എടുക്കുന്ന നിലപാടുകൾ, ഓഫീസിലെ പണി, മറ്റു കാര്യങ്ങൾ, നാട്, പഞ്ചായത്ത്, ഇതൊക്കെ വലിയ കാര്യങ്ങളായിട്ടാണ്. പക്ഷേ നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്നത് നമ്മുടെ ചില വീട്ടിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. നിങ്ങൾ രണ്ടുപേരോട് ഒരു യാത്ര പോകുന്നൊരു മാറ്റി വെച്ചിട്ട് എത്ര നാളായി? ഭാര്യയും ഭർത്താവും കൂടെ ആ ഒരു യാത്ര മാറ്റി വെക്കുകയാണ്. പക്ഷെ അവസാനം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വലുതെന്ന് വിചാരിച്ചതൊക്കെ ചെറിയ കാര്യങ്ങൾ. നമ്മുടെ ഡിജിറ്റൽ കാർഡിലെ അക്കങ്ങളോ നമ്മുടെ ബിസിനസ് കാർഡിലെ പദവികളോ നമ്മളുണ്ടാക്കിയ ലാഭമോ ഒന്നും നമ്മുടെ അവസാനത്തെ ഓർമ്മകളിലേക്ക് വിരുന്ന് വരില്ല. സത്യമാണത്. നമ്മൾ ചെറുതെന്ന് വിചാരിച്ച, ഇപ്പൊ ഈ യെശയ്യാവ് 38 നിങ്ങൾ ആലോചിച്ച്, അറിയാവുന്ന ഒരു സമാജക്കാർക്കൊക്കെ അറിയാം. ഹിസ്കിയാവ് ഒരു വലിയ രാജാവാണ്, യഹൂദ ഭരിച്ചിരുന്ന രാജാവാണ്. ഈ മരിക്കത്തക്ക രോഗം പിടിച്ച്, വായിച്ചിട്ടുള്ളതല്ലേ, മരിക്കത്തക്ക രോഗം പിടിച്ച് മരണം കിടക്കുമ്പോൾ പ്രവാചകൻ വന്നിട്ട് പ്രാർത്ഥിക്കുകയും അത്തിപ്പഴക്കട്ട കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന ഒരു രംഗമുണ്ട്. 15 വർഷമൊക്കെ നീട്ടി ബോണസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഹിസ്കിയാവിനോട് പറയുന്ന ഒറ്റ വരിയേ ഉള്ളൂ, കറക്റ്റ് യുവർ ഹോം. നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക. രാജ്യം ഭരിക്കുന്ന രാജാവ് 2 യുദ്ധവും കൂടെ നടത്തിയിട്ട് വരാനല്ല ഈ 15 വർഷം. അയൽ രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കാനല്ല, ഇസ്രായേലിനെ എന്നും ദ്രോഹിച്ചിരുന്ന അസീറിയയോട് പടവെട്ടാനല്ല, ജീവിതത്തിൽ സൈന്യനിര വർദ്ധിപ്പിക്കാനല്ല. എൻ്റെ പൊന്നങ്ങാതി, കറക്റ്റ് യുവർ ഹോം. ചെറിയ ചില കാര്യങ്ങളുണ്ടല്ലോ, വലിയ രാജാവിനോടാ പറയുന്നത്, ഹിസ്കിയാവ് നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക. നമ്മളോട് എന്താ പറയുക? ഇതൊക്കെ തന്നെ വലിയ കാര്യങ്ങളുടെ ഓട്ടങ്ങളുടെ അവസാനം അല്ലേ? ആ സുഖങ്ങൾ വെറും മായ. അങ്ങനെ ഉള്ളൂര് ആശാനാണ് എഴുതിയിട്ടുള്ളത്, കുമാരനാശാനാണെന്നാണ് എൻ്റെ ഓർമ്മ. ആരറിവു ദിയതിതൻ ത്രാസ് പൊങ്ങുന്നതും പിന്നെ താനേ താണു പോകുന്നതും. ആ സുഖങ്ങൾ വെറും ജാലം. നിങ്ങൾ ഈ സ്കൂളിൽ പഠിച്ചപ്പോൾ വീണപൂവ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അമ്മച്ചിയൊക്കെ ടിങ്കിൾ ടിങ്കിളാണോ പഠിച്ചേ? ആണോ പഠിച്ചേ? വീണപൂവെന്ന് കേട്ടിട്ടുണ്ടാ? എന്നാണ് വീണപൂവ്? എന്താണ്? അത് തന്നെ അങ്ങ് പറഞ്ഞാൽ പോരെ. കുമാരനാശാന്റെ മനോഹരമായൊരു കവിതയാണ്. കേരള അല്ല, നമ്മുടെ പിന്നെ കവിതകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കവിതകളിൽ ഒന്നാണ് വീണപൂവ്. ഇപ്പോഴത്തെ പിള്ളേർ പഠിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. അങ്ങനെ ഒരു കവിതയുണ്ട്. ഒരു ചെടിയിൽ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ആശാൻ എഴുതുന്നതാണ്. ചെടി വിരിഞ്ഞു നിൽക്കുന്നതല്ല, വീണ് കൊഴിഞ്ഞു പോകുന്നു. ആ കവിത ആരംഭിക്കുന്നവരാരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആര് പാടി? ഹാ പുഷ്പമേ അധികതുങ്ക പദത്തിൽ എത്ര ശോഭിച്ചിരുന്നൊരു രാജ്ഞി കണക്ക് നീ, അല്ലേ? ഈ വിരിഞ്ഞു നിൽക്കുന്ന പൂവിനെ കണ്ടിട്ട് ആശ്ചര്യത്തിൽ ആരംഭിക്കുന്നത് ഹാ പുഷ്പമേ. ഹാ എന്ന് പറഞ്ഞാൽ ആശ്ചര്യമാണ്. ആ കവിത അവസാനിക്കുന്ന ഒരൊറ്റ വരി ഇങ്ങനെയാണ്. ഈ കൊഴിഞ്ഞു കിടക്കുന്ന പൂവിനെ കണ്ടിട്ട് ആശാൻ പാടി വെക്കുന്നുണ്ട്, ഹാ അവനി വാഴുവ കഷ്ടം. അവനി എന്ന് പറഞ്ഞാൽ ഭൂമി, പര്യായമൊക്കെ മറന്നോ? ഭൂമി. അവനി വാഴുവ കഷ്ടം. ആശ്ചര്യത്തിൽ ഹാ എന്ന് തുടങ്ങിയിട്ട് കഷ്ടം എന്നതിൽ അവസാനിക്കുന്നതാണ് ഈ ജീവിതമെന്നാണ് വീണപോകുന്നൊരു കവിതയിൽ കൂടി ആശാൻ കാലത്തെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ ഈ രാത്രി ഈ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ്. ചോദ്യത്തിൽ അവസാനിക്കുന്ന ഈ പുസ്തകം ബലത്തിൽ ആശ്രയിച്ചിട്ട് ബലം നൽകിയവനെ മറന്നു പോകരുതെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇത് വല്ലാത്തൊരു കാലമാണ്. ഓരോരുത്തരും അവരവരുടെ നേട്ടങ്ങളിൽ അഭിരമിക്കുന്ന കാലമാണ്. നമ്മൾ ഈ വ്യാഴാഴ്ച രാവിലെയൊക്കെ, വ്യാഴാഴ്ചയാണെന്നാണ് എൻ്റെ ഓർമ്മ, രാവിലെയൊക്കെ ഈ പാടുന്ന ഒരു ശീമ നമസ്കാരത്തിലെ വരികളുണ്ട്. നാഥൻ നോക്കവെ വിറകൊണ്ടു ധരമാനവർത്തൻ ദുഷ്ടതയാൽ ധർമ്മക്ഷയമേറിയിടുകയാൽ ഇളകി ധരതന്നാധാരം പിഴപോൽ പകരം വീട്ടരുതേ സർവാധീശ തേ സ്തോത്രം. കേട്ടിട്ടുണ്ടാവില്ല. ഈ ഭൂമി ഇങ്ങനെ മനുഷ്യന്റെ പടയോട്ടങ്ങളിൽ, മനുഷ്യന്റെ വെട്ടിപ്പിടിക്കലുകളിൽ, മനുഷ്യന്റെ കുശാഗ്ര ബുദ്ധികളിൽ നാഥൻ നോക്കവെ വിറകൊണ്ടു ധരമാനവർത്തൻ ദുഷ്ടതയാൽ ധർമ്മക്ഷയമേറിയിടുകയാൽ ഇളകി ധരതന്നാധാരം പിഴപോൽ പകരം വീട്ടരുതേ സർവാധീശ തേ സ്തോത്രം.
അനുതാപവസരമിതു തന്നെ, കാലവിളംബം കൂടാതെ. നീതിവിഹീനത നിശേഷം നിഖിലരുമൊരുപോൽ വെടിയട്ടെ. അനുതാപത്തിന്റെ ഈ കാലത്തില് പിഴ പോൽ പകരം വീട്ടരുതേ, സർവാധീശത്തെ സ്തോത്രം. പിഴച്ചു പോകുന്നൊരു കാലത്തിൽ ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ബലം നൽകിയവനെ മറന്നു പോകരുതേ, ആവണക്കുകളിൽ അധികമായി അഭിരമിക്കരുതേ. അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ച ആളാണ്. 32-ാമത്തെ വയസ്സിൽ ഒരു മലമ്പനിയിൽ കടന്നുപോയ ആളാണ്. അലക്സാണ്ടർ ആരാധിച്ചിരുന്ന വീരപുരുഷൻ. ഗ്രീസിൽ ഒത്തിരി ദേവന്മാരൊക്കെ ഉണ്ട്. അക്വിലാസ് എന്ന് പറയുന്ന ദേവനാണ്. ആർക്കും തകർക്കാനൊക്കാത്ത ശേഷിയുള്ള ദേവനാണ് അക്വിലാസ്. പക്ഷെ അക്വിലാസിന് ഒരു ബലഹീനതയുണ്ട്, ഉപ്പൂറ്റി. കാലിൻ്റെ ചുവട്ടിൽ ഉപ്പൂറ്റി, അവിടെ തൊട്ടാൽ വീഴും. അത് ഈ ദാനിയേലിന്റെ പുസ്തകത്തിലുണ്ട്. അങ്ങനെ ഒരു കഥയുണ്ട്, ഒരു ദർശനമുണ്ട് ദാനിയേലിന്റെ. നെബൂഖദ്നേസർ രാജാവിന്റെ ദർശനമുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തി ഏറ്റവും ആരാധിച്ചിരുന്ന ദേവൻ അക്വിലാസ് ആണ്. പക്ഷേ ഉപ്പൂറ്റി ബലഹീനമാണ്. അലക്സാണ്ടർ വീണുപോയത് ക്യാൻസറിലല്ല, ഹൃദ്രോഗത്തിലല്ല. ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ച് തന്റെ ബ്യൂസിഫാലസ് എന്ന കുതിരപ്പുറത്തേറി ഇങ്ങ് ഭാരതത്തോളം യാത്ര ചെയ്ത് അനേകം രാജ്യങ്ങൾക്ക് സ്വന്തം പേര് ചാർത്തി അലക്സാണ്ട്രിയ എന്ന് വിളിപ്പേര് കൊടുത്ത് മഹാനായ അലക്സാണ്ടർ കടന്നു പോകുന്ന ഒരു പനിയിലാണ്. സിറ്റ്നസ് നദിയിലൊന്ന് മുങ്ങിക്കുളിച്ച് തണുത്തുറഞ്ഞ നദിയിൽ നിന്ന് കയറുമ്പോ ബാധിച്ചൊരു ജ്വരവും പനിയും. ലോകത്തുള്ള മരുന്നൊക്കെ കൊണ്ടുവരാൻ സൈന്യാധിപന്മാർ കസാണ്ടറും ടെലിമാക്കസും ടോളമിയും തയ്യാറായി നിൽക്കേ, ഏത് ഔഷധം കൊണ്ടുവന്നാലും രക്ഷപ്പെടുത്താനാകാത്ത വിധം മഹാനായ അലക്സാണ്ടർ കടന്നുപോയി ഒരു പനിയിൽ. അയാൾ ആരാധിച്ചിരുന്ന വീരപുരുഷൻ അക്വിലാസിനും എല്ലാം ബലമായിരുന്നെങ്കിലും ഒരല്പം ബലഹീനതയുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ബലങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒരു ആവണക്കായിരിക്കാം. പക്ഷെ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ തകരാൻ പോകുന്നത് നമ്മുടെ ആ ഒരു ബലഹീനതയിൽ വന്നു വീഴാൻ പോകുന്നൊരു കല്ല. ഏതെങ്കിലും ഒരു ബലഹീനതയില്ലാത്ത ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നുണ്ടോ? എൻ്റെ നിങ്ങളുടെ ജീവിതം എടുത്തു നോക്ക്. അടുത്തിരിക്കുന്നവർക്ക് അറിയാത്ത ഒരു മുഖം നമുക്കില്ലേ? ആ ബലഹീനതയിൽ തന്നെ ഒരു കല്ല് വന്ന് വീഴും, ഉറപ്പാണ്. ബലം നൽകിയവനെ മറന്നു പോകരുതേ. പ്രിയപ്പെട്ടവരെ, ഈ ഒളിമ്പിക്സിലൊക്കെ ആദ്യത്തെ മത്സരം എന്ന് പറയുന്ന ഒരു മാരത്തൺ ആണ്. കേട്ടിട്ടുണ്ടോ? മാരത്തൺ. BC 490 പേർഷ്യയും ഏതൻസും തമ്മിൽ വലിയൊരു യുദ്ധം നടന്നു. യുദ്ധത്തിൽ ഏതൻസ് ജയിച്ചു. ഈ ഏതൻസ് ജയിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു പടയാളി അവിടെ നിന്ന് 42 മൈൽ നിർത്താതെ ഏതൻസിലെ കൊട്ടാരത്തിലേക്ക് ഓടി. കൊട്ടാരത്തിലേക്ക് ഓടിയിട്ട് രാജാവിനോട് വിവരം പറയാൻ പോയതാണ്. രാജാവിനോട് വിവരം പറയാൻ പോയിട്ട് അവിടെ ചെന്നിട്ട് രാജാവിനോട് പറഞ്ഞു, നമ്മൾ ജയിച്ചു. ഇത് പറയുകയും അയാൾ അവിടെ കുഴഞ്ഞു വീണ്ടും മരിക്കുകയും ചെയ്തു. ഈ 42 മൈൽ നിർത്താതെ ഓടി മരണപ്പെട്ട സ്ഥലം, ആ യുദ്ധം മാരത്തൺ യുദ്ധമാണ്. ആ യുദ്ധം നടന്ന സ്ഥലമാണ്. ഈ ഒരു ഓർമ്മയിലാണ് പിന്നീട് ഈ ഒളിമ്പിക്സിൽ ഈ മാരത്തൺ ഉണ്ടാവുന്നത്. ഞാനീ കുറിച്ച് ചോദിക്കുന്നത് അതല്ല, ഇയാൾ ഈ 42 മൈൽ ഓടി നമ്മൾ ജയിച്ചു എന്ന് പറഞ്ഞ് കുഴഞ്ഞു വീണ്ടും മരിച്ചത്, ഇത് ജയിച്ച ഓട്ടമാണോ തോറ്റ ഓട്ടമാണോ? ഉറങ്ങല്ലേ, ഇപ്പൊ രാത്രി 1:30 ആയിട്ടില്ല, 8 മണി ആയിട്ടില്ല. പറയൂ, ജയകരമായ ഒരു പരാജയമാണ് ഈ ഓട്ടം. നമ്മൾ ജയിച്ചു എന്ന് പറഞ്ഞ അയാൾ കുഴഞ്ഞു വീണ്ടും മരിച്ചു. നമ്മളൊക്കെ ഓടുന്നൊരു ഈ ഓട്ടമാണ്. വെട്ടിപ്പിടിച്ചും തട്ടിപ്പറിച്ചും വരമ്പ് മാന്തിയും റബ്ബറിന്റെ വേരിന് ഗുസ്തി പിടിച്ചും ആഞ്ഞിലിയുടെ ഇലയ്ക്ക് അയലൊക്കക്കാരുമായിട്ട് അടികൂടിയും നമ്മൾ ഈ ഓടുന്ന ഓട്ടമെല്ലാം ജയകരമായ ഒരു പരാജയമായിരിക്കാം. അവസാനം അലക്സാണ്ടർ പറഞ്ഞുകൊണ്ടേയിരുന്നു, വെറുതെയായിരുന്നു, എല്ലാം വെറുതെയായിരുന്നു. അവസാനം ശലോമോൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഹാ മായ, സകലതും മായ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ
ഈ ചോദ്യം ഈ രാത്രി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്. യോന നിനുവേ ബലത്തിൽ ആശ്രയിച്ചപ്പോൾ, ഈ വിജയത്തെ കൈകാര്യം ചെയ്തതിൽ പരാജയപ്പെട്ട മനുഷ്യരുണ്ട്, പരാജയത്തെ കൈകാര്യം ചെയ്തതിൽ വിജയിച്ച മനുഷ്യരുമുണ്ട്. ഈ ലോകത്ത് അങ്ങനെ രണ്ടു തരം ആളുകളെ ഉള്ളൂ. ഈ പുസ്തകം നോക്കിയാലും അങ്ങനെയാണ്. വിജയത്തെ കൈകാര്യം ചെയ്തതിൽ പരാജയപ്പെട്ട മനുഷ്യനാണ് ശലോമോൻ. ഇഷ്ടം പോലെ ഉള്ള ആളാണ്, ജ്ഞാനവുമുണ്ട്. പക്ഷേ അവസാന കാലത്ത് ആ ശലോമോൻ ഇങ്ങനെ കെട്ടി പുരുഷന്മാരെ ഞെട്ടരുത് 800 കെട്ടി എന്നൊക്കെ എന്നത് പറയുന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല. എങ്കിലും ഈ പുള്ളി അങ്ങനെ പോയി ഫറവോന്റെ മോളെ വരെ കയറി കെട്ടിക്കളഞ്ഞു. കെട്ടാനുള്ള മോഹം കൊണ്ടല്ല, രാജ്യത്തിന്റെ വിസ്തീർണം ആഗ്രഹിച്ചിട്ടാണ്. അവസാനം ശലോമോൻ ഈ അന്യദേവന്മാരിലേക്കൊക്കെ പോയാണ് അന്ത്യം. വിജയത്തെ കൈകാര്യം ചെയ്തതിൽ പരാജയപ്പെട്ട മനുഷ്യനാണ് ശലോമോൻ. ശിംശോൻ എങ്ങനെ തുടങ്ങിയ ആളാണ്? ഒരു തേരാളിയായി തുടങ്ങിയ ആളാണ് ശിംശോൻ. പക്ഷെ അവസാനിപ്പിച്ചത് ഒരു കോമാളിയായിട്ടാണ്. അയാളുടെ കളി കാണാനാണ് ആ വലിയ ക്ഷേത്രത്തിന്റെ തൂണിൽ ശിംശോനെ കൊണ്ട് കെട്ടിയിടുന്നത്. അപ്പൊ ശിംശോൻ തന്നെ വിചാരിച്ചു, ഇനി കോമാളിയായിട്ട് തുടരുന്നതിൽ അർത്ഥമില്ല. നാട്ടുകാർക്ക് എന്നെ ഞാനൊരു പരിഹാസപാത്രമായി, ഒരു കോമാളിയായി. ശിംശോൻ തന്നെ തീരുമാനിക്കുകയാണ് സൂയിസൈഡ് ചെയ്യാം. സത്യത്തിൽ അത് സൂയിസൈഡാണോ സ്വാഭാവിക മരണമാണോ എന്നൊന്നും ചർച്ച ചെയ്യണമെന്ന് എനിക്കറിയില്ല. നന്നായി തുടങ്ങിയ ആളാണ്. വിജയത്തെ കൈകാര്യം ചെയ്തതിൽ പരാജയപ്പെട്ട മനുഷ്യനാണ് ശലോമോൻ. ശിംശോൻ നെബൂഖദ്നേസർ രാജാവിനെ കുറിച്ചൊക്കെ റംബാച്ചൻ പറഞ്ഞില്ലേ, ആ രാത്രിയിൽ തന്നെ ബെൽഷസർ കൊല്ലപ്പെട്ടു. ഈ പുസ്തകത്തിലുണ്ട് അങ്ങനെ ഒരുപാട് പേര്. നമ്മുടെ നാട് നോക്കിയാലുണ്ട്. ഈ സച്ചിൻ ടെണ്ടുൽക്കറോടൊപ്പം ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയ ആളാണ് വിനോദ് കാംബ്ലെ. സച്ചിനേക്കാൾ പ്രതിഭയുള്ള ആളായിരുന്നു. പക്ഷേ അയാൾ പബ്ബുകളിലൂടെ, നിശാ പാർട്ടികളിലൂടെ ഒരു കാലം കഴിഞ്ഞപ്പോൾ അയാളുടെ വഴി വേറെയായിരുന്നു. ഇന്ന് എവിടെ നിൽക്കുന്നുള്ളതാണ്. മൈക്കിൾ ജാക്സൺ ലോകം കണ്ട ഏറ്റവും വലിയ നടന വിസ്മയമാണ്. ശരീരത്തിന് തൊലി കറുപ്പിക്കാൻ തുടങ്ങിയ ചില കൊച്ചു പരിപാടികളിലൂടെ തുടങ്ങിയതാണ്. അദ്ദേഹം കടന്നു പോകാത്ത കുറുക്കു വഴികളോ ലഹരിയുടെ ഇടനാഴികളോ ഇല്ല. എങ്ങനെയാണ് അവസാനിച്ചതെന്നുള്ളതാണ്. മറഡോണ പ്രതിഭാധനനായ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. പക്ഷെ അയാൾ അവസാനിക്കുമ്പോൾ കുറേയേറെ ലഹരികളിലൂടെ, അഡിക്ഷനിലൂടെ ഒരിക്കലും തിരിച്ചു വരാനാകാത്ത വിധമുള്ള ലഹരിയുടെ കണാക്കയങ്ങളിലേക്ക് വീണുപോയൊരു മനുഷ്യനാണ് മറഡോണ. അങ്ങനെ കായിക താരങ്ങളോ സൗന്ദര്യധാമങ്ങളോ അങ്ങനെ പലരെയും എടുത്തുകൊള്ളൂ. അല്ലെ കുറിച്ചിയിൽ തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള ചില വലിയ മനുഷ്യരൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരാനാകാത്തമുള്ള ചില ട്രാജഡികളിലേക്ക് പോയിട്ടുണ്ട്. വിജയത്തെ കൈകാര്യം ചെയ്തതിൽ പരാജയപ്പെട്ട മനുഷ്യരെ കുറിച്ചിടവകയിലും കാണും. പക്ഷെ പരാജയത്തെ കൈകാര്യം ചെയ്യാൻ വിജയിച്ച മനുഷ്യരുണ്ട്. പരാജയത്തെ കൈകാര്യം ചെയ്യാൻ വിജയിച്ച മനുഷ്യർ ഈ ചരിത്രത്തിലുണ്ട്. ജോസഫ്, പഴയ നിയമത്തിലെ ജോസഫ്. സങ്കടം എന്ന് പറഞ്ഞ സങ്കടമുള്ള ഈ മനുഷ്യന് തടവറ, പട്ടിണി, നഗ്നത, ഒറ്റിക്കൊടുക്കല്, ഒറ്റപ്പെടല്, ചേട്ടന്മാരുടെ ചവിട്ട്, നാട്ടിൽ നിന്നുള്ള പലായനം, പൊട്ടക്കിണറ്, അയാൾ അനുഭവിക്കാത്ത എന്ത് സങ്കടമാണ് ഉള്ളത്. എന്നിട്ടും സ്വന്തം ജീവിതത്തിന്റെ പരാജയങ്ങളെ ഇത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് നെഞ്ചു വിരിച്ചു നിന്ന് പറയുന്നൊരു ജോസഫുണ്ട്. ജോസഫ് പരാജയത്തെ കൈകാര്യം ചെയ്തതിൽ വിജയിച്ച മനുഷ്യരാണ്. ദാവീദ് പാളിപ്പോയ ഒത്തിരി സമയങ്ങളുണ്ട്. ഈ ചേട്ടന്മാരൊക്കെ ഇട്ടാൻ തട്ടിയ ആളാണ് ദാവീദ്. താൻ സ്നേഹിച്ചിരുന്ന മീഖള് ദാവീദിനെ ട്രോൾ ചെയ്തതിന് കൈ കണക്കൊന്നുമില്ല. രാജ്യം ഭരിച്ചിരുന്ന ശൗല് ഈ മനുഷ്യനെ ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലാൻ നടന്നിട്ടുണ്ട്. സ്വന്തം മക്കള് ദാവീദിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. മൊത്തത്തില് ദാവീദ് ഇങ്ങനെ ഒരുപാട് പരാജയപ്പെട്ട ആളാണ്. പരാജയങ്ങൾ വന്ന മനുഷ്യനാണ്. പക്ഷെ എന്നിട്ടും ദാവീദ് പറയുന്നുണ്ട്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. പരാജയത്തെ കൈകാര്യം ചെയ്യാൻ വിജയിച്ച മനുഷ്യർ ഈ പുസ്തകത്തിലുണ്ട്. വിജയത്തെ കൈകാര്യം ചെയ്തതിൽ പരാജയപ്പെട്ട മനുഷ്യരുമുണ്ട്. യോന പ്രവാചകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രിവിലേജിനെ കൈകാര്യം ചെയ്യാൻ പരാജയപ്പെട്ട മനുഷ്യനാണ്. ഈ സദസ്സിൽ നിങ്ങളും ഈ നിൽക്കുന്ന ഞാനും ഇതിൽ ഏത് കാറ്റഗറി വരും എന്നുള്ളതാണ് എനിക്കറിയില്ല. ബലത്തിൽ അഭിരമിക്കല്ലേ, ബലം നൽകിയവനെ മറന്നുപോകല്ലേ. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഞാനൊരു വചനം പറയാം. യെശയ്യാവ് 14-ാം അധ്യായം 12 മുതലുള്ള ഒരു വാക്യം. അരുണോദയപുത്രനായ ശുക്ര,
നീ പാതാളത്തിന്റെ അടിയിലേക്കും നാശകൂപത്തിലേക്കും തന്നെ വീഴും. അരുണോദയപുത്രൻ ലൂസിഫറാണ്. ലൂസിഫർ അത് പറയുമ്പോൾ പിള്ളേർ നോക്കും, മോഹൻലാലിനെയൊക്കെ ഓർത്തിട്ട്. അരുണോദയപുത്രനായ ശുക്ര എന്ന് വെച്ചാ അരുണോദയപുത്രൻ. അരുണൻ സൂര്യൻ, മാനത്തോടിരുന്നവൻ അഹങ്കാരം കൊണ്ട് താഴെ വീഴുകയാണ്. അരുണോദയപുത്രൻ എന്ന് വെച്ചാൽ മോർണിംഗ് സ്റ്റാർ എന്നാണ്. അത് പ്രൈവറ്റ് ബസിന്റെ പേരല്ല, ബൈബിളിലെ ഒരു വാക്കാണ്. മോർണിംഗ് സ്റ്റാർ, അരുണോദയപുത്രനായ ശുക്രൻ. ആ യെശയ്യാവിന്റെ 14:12 മുതൽ 15 വരെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ 4 തവണ ഒരു ആവർത്തിക്കുന്ന ഒരു വാക്കുണ്ട്. ഞാൻ നെബൂഖദ്നേസർ പറയാണ്. നെബൂഖദ്നേസറിനെയാണ് ഇങ്ങനെ വിളിക്കുന്നത്, ഞാൻ. നിനിവേ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? ഞാൻ. ബാബിലോണിന്റെ ശില്പി നാശകൂപത്തിലേക്ക് വീണൊരു കഥയുണ്ട്. ഒന്നിനെക്കുറിച്ചും മേന്മ പറയരുത് എന്ന ആവണക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുക. ഈ രാത്രി നമുക്ക് രണ്ടാമത്തെ വിചാരത്തിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, ഇതൊരു നോമ്പുകാലമാണ്. നോമ്പുകാലത്തിലെ യോനായുടെ പുസ്തകത്തിന്റെ അവസാന വാക്യം നാം ചിന്തിക്കുമ്പോൾ ഒരു ചോദ്യം നമ്മെ 2 ഉത്തരങ്ങളിലേക്ക് കൊണ്ടുപോകും. ഒന്ന്, ബലത്തിൽ നിന്ന് ബലം നൽകിയവനിലേക്ക് മടങ്ങാൻ ഒരുത്തരം. ആവണക്കുകൾ വാടിപ്പോകും എന്നൊരുത്തരം, തണലുകൾ മാറിപ്പോകുമെന്നൊരുത്തരം. അനുതാപാർദ്രമായി പുസ്തകത്തിന്റെ അവസാന ഇടത്തിലെ ചോദ്യം നമ്മുടെ ഹൃദയങ്ങളെ ആർദ്രമാക്കട്ടെ. 2, ഇടങ്ങയും വലങ്ങയും തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാനും മനുഷ്യരോട് എനിക്ക് അനുകമ്പ തോന്നരുതോ എന്നുള്ള ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഉത്തരം എന്ന് പറയുന്നത് അഹംഭാവത്തിൽ നിന്ന് അഹംബോധത്തിലേക്ക് തിരിക്കുന്ന ഉത്തരമാണ്. ഒന്ന്, ബലത്തിൽ നിന്ന് ബലം നൽകിയവനിലേക്ക് തിരിക്കുന്ന ഉത്തരമാണ്. ചോദ്യമാണത്. ആ ചോദ്യം അങ്ങനെയാണ്. ഈ ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഉത്തരം എന്ന് പറയും. ഈ ചോദ്യം നമ്മളെ കൊണ്ടുപോകുന്ന അഹംഭാവം, നിനിവയുടെ അഹംഭാവം. 2 പേർക്കും അഹങ്കാരം ഉണ്ടായിരുന്നു. യോനയ്ക്കും ഉണ്ടായിരുന്നു, നിനിവയ്ക്കും ഉണ്ടായിരുന്നു. A question that turns one from egoism to self-awareness. മുഴുവൻ ഈഗോയാണ് കടന്നിരുന്നത് യോനയുടെ ഉള്ളിൽ. ഞാൻ അംഗീകരിക്കപ്പെടണം, ഒരു ദുഷിച്ച ആഗ്രഹമാണ്. A question redirects from ego to self-awareness. അഹംഭാവം, അഹംബോധം. അഹംഭാവം എന്ന് പറയുന്നത് അഹങ്കാരമാണ്. അഹംബോധം നമ്മുടെ ഉള്ളിലെ ഞാനെന്ന തിരിച്ചറിയലാണത്. തത്വമസിയാണ്. ഞാനെന്ന ഭാവത്തിൽ നിന്ന് ഞാനെന്ന ബോധത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് ഔത്ത ചോദ്യം. നിനിവേ അഹംഭാവത്തിൽ നിന്ന് അഹംബോധത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ദൈവം ഇങ്ങനെ ക്ഷമിക്കുന്നു എന്നുള്ളതാണ്. ഇതുപോലെ ഒരു 3 നോമ്പ് കാലത്ത് എനിക്ക് ദൈവം തന്ന വരികളുണ്ട്. ഇതുപോലൊരു 3 നോമ്പ് കാലത്ത് ഞാൻ എഴുതിയത് ശിവരഞ്ജനി എന്ന് പറയുന്ന കർണാടക സംഗീതത്തിലെ ഒരു രാഗത്തിൽ ഇങ്ങനെ ഈണം കൊടുത്ത് മലയാളത്തിലെ പ്രസിദ്ധനായ പാട്ടുകാരൻ വിൽസ്വരാജ് പാടിയൊരു പാട്ടുണ്ട്, യൂട്യൂബിലൊക്കെ ഉണ്ടത്. കടലാന വിഴുങ്ങിയ യോനാദിബിയെ കരയിൽ ശേഷിപ്പിക്കാൻ മനസ്സലിവുള്ളോനേ, കരയിൽ ശേഷിപ്പിക്കാൻ മനസ്സലിവുള്ളോനേ എന്ന് പറഞ്ഞാല് ഗ്രേറ്റ് ഫിഷ് എന്നാണ് പുസ്തകത്തിൽ. പക്ഷെ നമ്മൾ പിള്ളേർക്കൊക്കെ കഥ പറഞ്ഞു കൊടുക്കുമ്പം ജോനാൻ വെയിൽ എന്നാണ്, തിമിംഗലം എന്നാണ്. തിമിംഗലം ഒന്നും അതിനകത്ത് എഴുതിയിട്ടില്ല. മഹാമത്സ്യം. ആ മത്സ്യമാണ് അഹംഭാവത്തെ യോനയിൽ അഹംബോധമാക്കിയത്. കടലാന വിഴുങ്ങിയ യോനാദിബിയെ കരയിൽ ശേഷിപ്പിക്കാൻ മനസ്സലിവുള്ളോനേ, കരയിൽ ശേഷിപ്പിക്കാൻ മനസ്സലിവുള്ളോനേ. ഈ മഹാമത്സ്യം ഒരു മനുഷ്യനെ വിഴുങ്ങിയാൽ ഈ മത്സ്യത്തിന്റെ അന്നനാളത്തിലെ കൂർത്ത വാള് പോലെയുള്ള ഇതുണ്ടല്ല, ഈ മനുഷ്യനെ 2ആയി 4ആയി, ഇരയെ 4ആയി 6ആയി കീറിയാണ് അകത്തോട്ട് വിടുക. ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ വളരെ ശക്തമായ പ്രവർത്തനം കൊണ്ട് ഈ മനുഷ്യൻ ജീർണിച്ചു പോവും, തൊലി ഉണ്ടാവില്ല പിന്നെ. പക്ഷെ കടലാന വിഴുങ്ങിയ യോനാദിബിയെ കരയിൽ ശേഷിപ്പിച്ചൊരു ദൈവം ഉണ്ടെങ്കിൽ
യോനയ്ക്ക് കിട്ടിയ വിസ ഏതായിരുന്നെന്ന് അറിയാമോ? ദൈവം കൊടുത്ത വിസ യുവാഞ്ചലിസ്റ്റിന്റെ വിസയ. സുവിശേഷകനായിട്ട് നിനവയ്ക്ക് പോകണം. പക്ഷെ ഈ വിസ കീറിക്കളഞ്ഞിട്ട് യോന യാഫോവ് തുറമുഖത്തു നിന്നെടുത്ത മറ്റേ വിസ ഏതാണെന്നറിയാമോ? ടൂറിസ്റ്റിന്റെ വിസയാണ്, തർസീസിലേക്ക് പോകാൻ. അപ്പം നമ്മൾ ഈ പള്ളിയിലേക്ക് വരുന്നത് യുവാഞ്ചലിസ്റ്റിന്റെ വിസയായിട്ട് വരേണ്ടതാ. അല്ലേ? എവരി ക്രിസ്ത്യൻ ഈസ് എ മിഷണറി, എവരി വൺ ഔട്ട്സൈഡ് ക്രൈസ്റ്റ് ഈസ് എ മിഷൻ ഫീൽഡ്. അല്ലേ? നമ്മൾ പള്ളിയിൽ പോകുന്ന കണ്ട ഒരു ബൈബിള്, ഒരു പുസ്തകമൊക്കെ ആയിട്ട് പോകുമ്പോൾ കൊള്ളാം, പോകുന്നത് എന്തിനാ? പക്ഷെ നമ്മൾ ടൂറിസ്റ്റായിട്ടാണ് വരുന്നത്. നിനുവയ്ക്ക് ഇവാഞ്ചലിസ്റ്റിന്റെ വിസയിൽ പോകേണ്ട ആള് തർസീസിന് എങ്ങനെ പോയി? ഉറക്കെ പറ. അതെ, ടൂറിസ്റ്റിന്റെ വിസ. ഇത് മനസ്സിലാവാത്ത ആരും ഇവിടെ ഇരിപ്പില്ല. അതുകൊണ്ട് യോന എന്തുകൊണ്ടാ പോയതെന്നുള്ളതാണ്. എന്താ? പാപത്തിൻ പായ്ക്കപ്പൽ ദൂരത്തു നിൽക്കുമ്പോൾ ഉന്നം മറന്നങ്ങു യാത്ര ചെയ്താൽ അടിത്തട്ടിൽ നിദ്രയെ മുങ്ങിയാലും സർവേശൻ നിന്റെ മറകൾ നീക്കും. ആഴക്കടലിൽ നീ വീണു പോകും മകനേ, നിൻ മൃതി ആസന്നമാകും. മകളെ, നിൻ മൃതി ആസന്നമാകും. ദൈവമേ, ഞാൻ നിന്നെ ഒളിച്ചെവിടെ കൂടും? അടിത്തട്ടിൽ നിദ്രയിൽ മുങ്ങിയാലും സർവേശൻ നിന്റെ മറകൾ നീക്കും. പക്ഷെ നിനുവ ചെയ്തത്, യോനക്കില്ലാത്ത അനുതാപം അവർക്കുണ്ടായി. നിനുവക്കരനുതാപ പുഴകൾ നീന്തി രട്ടെടുത്തവരാകെ തപിച്ചു നീറി. പൈതങ്ങൾ പോലും ഭോജ്യം വിട്ടു. കണ്ണീരിൽ ഭീകര വിധികൾ നീങ്ങി. കാലാവസാനം വാതിൽക്കൽ വന്നില്ലേ? മനുജാ, നിന്റെ അഹംഭാവം ഉരിഞ്ഞു മാറ്റൂ. മനുജാ, നിന്റെ അഹംഭാവം. ഒരു നോമ്പുകാലത്ത് ഇങ്ങനെ ദൈവം തന്നതാണ്. നിങ്ങൾക്കിത് കേൾക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ സമയം കിട്ടുമ്പോൾ എൻ്റെ പേര് യൂട്യൂബിലൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തേ, പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ കേൾക്കാം. മനുജാതിന് അഹംഭാവം ഉരിഞ്ഞു മാറ്റൂ. അല്ലേ? കടലാന വിഴുങ്ങിയ യോനാദിമിയെ കരയിൽ ശേഷിപ്പിക്കാൻ മനസ്സിലുള്ളോനേ. ആ ദൈവം ഇന്നും ജീവിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ ആലോചിച്ച് നോക്കണേ. അഹംഭാവം അഹംബോധമാക്കുന്ന ഒരു ചോദ്യമാണിത്. കരുണ, എനിക്ക് കരുണ തോന്നരുതോ, കരുണ തോന്നരുതോ. ഈ യോനയുടെ പ്രശ്നം സൂപ്പർ ഈഗോയാണ്. താൻ അവഗണിക്കപ്പെടുന്നുവോ, താൻ ഉപേക്ഷിക്കപ്പെടുന്നുവോ, ദൈവത്തിന് എന്നെ വേണ്ട, എൻ്റെ വാക്കുകൾ പാഴാകുന്നു, തൻ്റെ കുറവുകളെ കുറിച്ചുള്ള അമിതമായ ആശങ്ക. ഒരു തളത്തിൽ ദിനേശൻ സിൻഡ്രോം ഉണ്ട്, പാരനൈഡ് സ്കിസോഫ്രീനിയ എന്നൊക്കെ പറയും. വലിയ വായില് എല്ലാത്തിനും ഇങ്ങനെ സംശയത്തോടെ നോക്കുന്ന ഒരു രോഗമാണത്. വടക്ക് നോക്കി എന്താ സിൻഡ്രോം എന്നും വേണേ പറയാം. യോനയുടെ പ്രശ്നം ഈ തീരത്ത് കിടന്നിട്ട്, ആവണക്കിന്റെ ചുവട്ടിൽ കിടന്നിട്ട് എല്ലാത്തിനും സംശയമാണ്. ദൈവത്തെ സംശയമാണ്, നിനുവയെ സംശയമാണ്. അവരനുഭവിക്കുമോ? യോനയുടെ പ്രശ്നം സൂപ്പർ ഈഗോ ആണ്. അർഹിക്കുന്ന അംഗീകാരം എനിക്ക് കിട്ടാതെ പോവും നിനുവ നശിച്ചില്ലെങ്കിൽ. അത് നമ്മുടെ പ്രശ്നമല്ലേ? നമ്മളൊക്കെ ഈ വീട് പോകുന്നൊരു കൊച്ചു ഈഗോയില്ല. വലിയ പ്രവാചകനാണ്, പക്ഷെ വീണത് കൊച്ചു ഈഗോയില്ല. ഇപ്പം ഈ ഇരിക്കുന്നവർ ഞാനും ഒക്കെ ഒലഞ്ഞു പോകുന്നത് വലിയ കാര്യത്തിലൊന്നുമല്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് പഴയ നിയമത്തിലെ ആദ്യത്തെ രാജാവ് ശൗൽ ഇസ്രായേലിൽ ഒരു പൊളിറ്റിക്കൽ പവറാക്കിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് തോളപ്പമേ ഉണ്ടായിരുന്നുള്ളൂ ഇസ്രായേലിലെ ഏതൊരാളും. അത്ര വലിയ പുള്ളിയാണ്. ബോഡി ബിൽഡപ്പിന്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബൈബിള് മുന്നോട്ട് പോകണേ. ശൗല് വലിയ ആളാണ്, വലിയ രാജാവാണ്, ഫസ്റ്റ് കിങ് ഓഫ് ഇസ്രായേൽ. പക്ഷെ ഈ ശൗല് ഒലഞ്ഞു തുടങ്ങിയവിടെയാണ്. ഞാൻ പറയാം, ഈ ഒരു കൊച്ചി ഇറക്കാൻ, വള്ളി നിക്കറിട്ട് കിടക്കുന്ന ഒരു കൊച്ചി ഇറക്കാൻ
കവണയിൽ 3-4 കല്ല് വെച്ചിട്ട് ഒരു ഗോലിയാത്തിനെ വീഴ്ത്തിയപ്പോൾ മർത്തമറി സമാജത്തിലെ സ്ത്രീകള് വഴിക്കിട പാടിക്കൊണ്ട് ഒരു പാട്ടുണ്ട്. ശൗൽ 1000 കൊന്നു, ദാവീദോ ഇവർക്കൊന്നും പറയില്ലല്ലോ. ദാവീദോ കേട്ടില്ലേ? 10,000. അപ്പൊ ഈ കൊച്ചു ചെറുക്കനെ കുറിച്ച് ഇയാളായിരിക്കും പിൻഗാമി എന്ന് ശൗലിന് അറിയാം, ദാവീദ്. അപ്പൊ ഈ സമാജക്കാർ എപ്പോൾ വന്നാലും ഈ പാട്ടാണ് പാടുന്നത്. ഞാൻ ഈ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് ഒരു 3-4 ഈ പാട്ടിന്റെ 2 വരിയേ ഉള്ളൂ. അല്ല, സമാജക്കാർക്ക് ഒരു കുഴപ്പമുണ്ട്, എപ്പോഴും ഒരു പാട്ടേ പാടുള്ളൂ. എന്നാൽ നമുക്കൊരു പാട്ട് പാടി സ്തോത്രാഴ്ച എടുക്കാന്ന് പറഞ്ഞാൽ ഉടനെ വരും ദൈവകൃപയിൽ ഞാൻ, ഇതേ ഇറങ്ങി വരുള്ളൂ. അപ്പൊ ഇത്രയും പുസ്തകത്തിനകത്ത് ഇത്രയും പാട്ട് കിടപ്പുണ്ടെങ്കിലും അതുപോലെ അന്നും ഈ സമാജക്കാർക്ക് ഈ ഒരു പാട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000. അപ്പൊ ഈ പാട്ടിന്റെ ഈ 2 വരി എപ്പോൾ കേട്ടാലും ശൗലിനങ്ങ് ഇളവും, എന്താ വല്ലാത്തൊരു ഈഗോയാണ്. ഈ കൊച്ചിറക്കൻ്റെ നേരെയാണ് ഈഗോ. ഈ അമ്യൂസിയ എന്ന് പറയുന്നൊരു രോഗമുണ്ട്. അമ്യൂസിയ എന്ന് പറഞ്ഞാൽ മ്യൂസിക് അലർജി എന്നാണ്. സംഗീതം കേട്ടാൽ അലർജി ആകുന്ന മനുഷ്യരുണ്ട്, അപൂർവമേ ഉള്ളൂ. ലോക ചരിത്രത്തിലൊക്കെ ചില വലിയ മനുഷ്യരൊക്കെ ഉണ്ട്, ഞാനത് പറയുന്നില്ല, പറഞ്ഞ രാഷ്ട്രീയമായി പോവും. അതുകൊണ്ട് അങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഉണ്ട്. ഈ മ്യൂസിക് അലർജി, അമ്യൂസിയ എന്ന് പറയും. ഈ ശൗൽ അമ്യൂസിയ ഉള്ള മനുഷ്യനാണ്. ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000. ഈ 2 വരി പാട്ടിനകത്താണ് ഈ രാജ്യം ഭരിക്കണ രാജാവ് ഉടഞ്ഞു പോയത്. ഇത്രയേ ഉള്ളൂ. ഈ വലിയ മനുഷ്യരൊക്കെ ഉറുമ്പ് വലിപ്പമുള്ള കാര്യത്തിന് നമ്മൾ ഇത്രയല്ലേ ഉള്ളൂ. സ്വാഗതം പറഞ്ഞപ്പോൾ എൻ്റെ പേരങ്ങോട്ട് എടുത്തു പറഞ്ഞില്ല. ഇനി മേലാൽ അവൻ്റെ പരിപാടിക്കാൻ പോവുമല്ല. വലിയ പുള്ളിയാ. സ്വാഗതം പറഞ്ഞപ്പോൾ ഒരു വാക്ക്, നന്ദി പറഞ്ഞപ്പോൾ അത് പറഞ്ഞെങ്കിലും എൻ്റെ കാര്യം അങ്ങോട്ട് എടുത്തു പറഞ്ഞില്ല. അതുകൊണ്ട് ഇനി ഈ അച്ഛൻ പോണത് വരെ അല്ലേ. ഇത്രയേ ഉള്ളൂ. നമ്മളൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മളൊക്കെ ഈ കഷ്ടപ്പെടാനുള്ളതൊക്കെ കഷ്ടപ്പെടുകയും ചെയ്യും, ഓടാനുള്ളതൊക്കെ ഓടുകയും ചെയ്യും. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ചുമ്മാ അതൊരു സ്വാഗതത്തിൻ്റെ പേരിൽ, ഒരു കൃതജ്ഞതയുടെ പേരിൽ, ചുമ്മാ ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിലൊക്കെ നമ്മളിങ്ങനെ നമ്മളല്ലാതായി മാറത്തില്ലേ. നമ്മൾ തല തുണിയൊക്കെ ഇട്ട് ഇവിടെ ഇരിക്കുന്നെങ്കിൽ ആള് നമ്മൾ വേറെയാണ് അല്ലേ. നമ്മുടെ ഈ സൂപ്പർ ഈഗോയൊക്കെ ഇളവും. യോന വലിയ പ്രവാചകനൊക്കെയാണ്. യോനയുടെ പ്രശ്നം ഈ അംഗീകരിക്കപ്പെടാനുള്ള ആഗ്രഹമാണ്, ദുഷിച്ച ആഗ്രഹമാണ്. എന്നെ മറന്നല്ലോ, മറന്നോട്ടെ. അപ്പം ഞാൻ എന്നോട് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ആരെങ്കിലും അവഗണിക്കുന്നു, വിചാരിക്കുന്നൊരു ഗൗരവം കിട്ടിയില്ല എന്ന് തോന്നിയാൽ ഞാൻ ഓർക്കുന്ന മനുഷ്യൻ ഗാന്ധിജിയാണ്. വേറൊന്നിൻ്റെയും പേരിലല്ല, ഒരൊറ്റ കാരണത്തിൻ്റെ പേരിലാണ്. ഗാന്ധിജിയെ അങ്ങനെ ഓർക്കാൻ കാരണം ഗാന്ധിജിക്ക് നോബൽ സമ്മാനം കിട്ടിയില്ല എന്നുള്ള ഒറ്റ കാരണത്തിലാണ്. 4 തവണ ഗാന്ധിജിയുടെ പേര് നോബൽ സമ്മാനത്തിൻ്റെ ലിസ്റ്റിൽ വന്നതാണ്. 1937, 38, 39, 47. 1937, 38, 39, 1947. നോർവേ ആണല്ലോ ഈ നോബൽ പ്രൈസ് കൊടുക്കുന്നത്. ഈ 4 തവണയും കൊണ്ട് പേര് വന്നുകൊണ്ട് ചർച്ച ചെയ്തപ്പോൾ പോരാ, ഗാന്ധി അങ്ങോട്ട് പോരാ, കൊള്ളില്ല. അങ്ങനെ 4 തവണ റിജക്റ്റ് ചെയ്ത പേരാണ്. ഈ നോർവേ അത് കൊടുക്കാഞ്ഞതിൻ്റെ കാരണം ഈ നോർവേയും ബ്രിട്ടനും അപ്പുറം ഇപ്പുറം കിടക്കുകയാണ്. ഈ ബ്രിട്ടൻ്റെ അപ്രീതി മേടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കൊടുക്കാഞ്ഞത്. അപ്പം ഞാൻ വിചാരിക്കാറുണ്ട് ഈ ചെറിയ കാര്യങ്ങളിലൊക്കെ ഈഗോയോ, എന്നെ മറന്നല്ലോ, എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ, അത്ര അങ്ങോട്ട് ശരിയായില്ലല്ലോ എന്നൊക്കെ ഓർത്താൽ ഈ കാര്യം മാത്രം ഇവിടെ ഇരിക്കുന്ന എല്ലാ ചേട്ടത്തിമാർക്കും അത് ബാധകമാണ്, എല്ലാ ചേട്ടായിമാർക്കും ബാധകമാണ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഓർത്താൽ മതി. അതുകൊണ്ട് നോബൽ സമ്മാനം കിട്ടാഞ്ഞത് കൊണ്ട് ഗാന്ധിജിയുടെ മൂല്യം കുറേ കിട. ഇപ്പം അടുത്ത കാലത്ത് നമ്മുടെ ഒരു പ്രസിഡന്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞു നടക്കുകയാണ്. അപ്പോൾ ഓൺലൈനുണ്ട്, പറയാൻ പാടില്ല. അപ്പോൾ നമുക്ക് പത്മഭൂഷണും പത്മവിഭൂഷണും ഒക്കെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്, അതും അവിടെ നിർത്തുന്നു, അതും ഓൺലൈനുണ്ട്, പറയില്ല. അപ്പോൾ ആർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. ഗാന്ധിജിക്ക് നോബൽ കിട്ടാത്തത് കൊണ്ട് ഗാന്ധിജിയുടെ മൂല്യം പിന്നെ ഉയരുകയാണ്. അംഗീകരിക്കപ്പെടാനുള്ളൊരു ദുഷിച്ച ആഗ്രഹമാണ് ആവണക്കൻ്റെ ചുവട്ടിൽ യോനയ്ക്കുള്ളതാണ്. സബദി മക്കളുടെ അമ്മ വന്നത് എന്തിനാണ്? ഒരുത്തിന് ഫിനാൻസ്, ഒരുത്തിന് ഹോം മിനിസ്ട്രി. ഇത് രണ്ടും എൻ്റെ പിള്ളേർക്ക് കൊടുക്കണം, യാക്കോബിനും യോഹന്നാനും. കർത്താവ് പറഞ്ഞ തള്ള അങ്ങോട്ട് പുറകോട്ട് പോകും, ഇവിടെ ആഭ്യന്തരവും ഫിനാൻസും ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും രക്ഷപ്പെട്ടു. നിങ്ങൾ നോക്കിക്കേ, ഞാനതൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും രക്ഷപ്പെട്ടു. എവിടെന്നറിയാമോ? ഈ നിനിവേ അവസാനിക്കുമ്പോൾ, പുസ്തകം അവസാനിക്കുമ്പോൾ രക്ഷപ്പെടാത്ത ഒരാളെ ഉള്ള ആരാ? പറയൂ. യോന. ഈ പുള്ളിപ്പുഴയിൽ വാടി ആവണക്കൻ്റെ ചുവട്ടിൽ 2 കൈയും പുറകോട്ടിട്ട് അയ്യോ പോയെന്ന് പറഞ്ഞ് കിടക്കണം. ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്. നമുക്കെല്ലാം ഉള്ളൊരു അസുഖം ഉണ്ടെന്നറിയാം. ഈ പള്ളിമണി സിൻഡ്രം എന്നാണ് രോഗത്തിൻ്റെ പേര്. പള്ളിമണി സിൻഡ്രം കേട്ടിട്ടുണ്ടോ?
ഞാൻ പറയാം. കുറിച്ചി വലിയ പള്ളിയുടെ മണി എവിടാ? താമസിക്കാതെ പറയൂ, എവിടാ? അകത്താണോ പുറത്താണോ? അല്ല, വലിയ മണി എവിടാ? പുറത്ത്. എത്ര കാലമായിട്ടത് അവിടെ നിൽക്കുന്നത്? കുറേ കാലമായിട്ട് നിൽക്കുന്നത്. ഈ മണി കേട്ടോണ്ടാണ് എല്ലാവരും ഇവിടെ വരുന്നത്, പള്ളിയിൽ. പണ്ട് 1-ാം മണി, 2-ാം മണി, 3-ാം മണി ഒക്കെ ഉണ്ട്. ഇപ്പം എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അടിക്കുകയാണ്. ഈ മണി അടിക്കുമ്പോഴാണ് ആളുകൾ എവിടെ വരിക? നല്ലവനും കള്ളനും ദുഷ്ടനും തീയതും എല്ലാം ഇവിടെ വരുന്നത്. പള്ളിമണി ആളുകളെ പള്ളിയിലേക്ക് വിളിക്കുകയാണ്, വെൽക്കം ചെയ്യുകയാണ്. മണി കേട്ടപ്പോൾ 3-ാം മണി ആയിടി പാടി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. അങ്ങനെയല്ലേ നമ്മളെല്ലാം വരെ എത്രയോ കാലമുണ്ട്. നമ്മുടെ അപ്പനും അപ്പൻ്റെ അപ്പനും നമ്മളും എല്ലാം ഈ മണി കേട്ടുണ്ടാ. പക്ഷെ കുറിച്ചിപ്പള്ളിയുടെ മണി ഇപ്പോഴും എവിടാ? ഓ പറ, മണി ഇപ്പോഴും എവിടാ? പുറത്ത് തന്നെയല്ലേ. ആ മണി പണ്ടും എവിടെ തന്നെ. അവിടെ നിന്നും ആ മണി വിളിച്ചുകൊണ്ടാണ് നമ്മൾ ആളുകളെല്ലാം ഇതിനകത്ത് കയറിയത്. നമ്മുടെ പ്രശ്നം ഇത് തന്നെയാണ്. നമ്മളിപ്പോഴും പുറത്ത് തന്നെ. നമ്മൾ പറഞ്ഞിട്ടും നമ്മൾ പ്രസംഗിച്ചിട്ടും നമ്മൾ പറഞ്ഞിട്ടൊക്കെ പലരും അകത്ത് വന്നിട്ടുണ്ട്. നമ്മളിപ്പോഴും പുറത്താണ്. കർത്താവ് ചോദിച്ചു, എന്നെ തൊട്ടത് ആര്? ആര് തൊടാനാ? ഇത്രയും പേര് തിക്കി ഇടിച്ച് കിടക്കുമ്പോൾ ആര് തൊടാനാ? അല്ല, ആരാണ്ട് എന്നെ തൊട്ടിട്ടുണ്ട്. അവിടെ ഗതികേടാണ് ഈ വസ്ത്രവിളമ്പ്. ഒരു ബ്ലീഡിങ് വുമൺ എന്നുള്ള നിലയിൽ ഒരു പുരുഷനെ തൊടാൻ ആ കാലഘട്ടത്തിൽ അവൾക്ക് പറ്റില്ല. അപ്പോൾ അവൾക്ക് തൊടാമായിരുന്നു കർത്താവിൻ്റെ ദേഹത്ത്. പക്ഷെ തൊടാഞ്ഞിട്ട് വസ്ത്രത്തിൽ തൊട്ടത് അവളുടെ ഗതികേടാണ്. ഈ ഗതികെട്ട് പുറത്ത് നിൽക്കുന്നവരൊക്കെ നമ്മൾ തൊടുന്നതിനേക്കാൾ കൂടുതൽ തൊട്ടിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോഴും പുറത്താണ്. നമ്മൾ ഈ പ്രദർശനം നടത്തുകയും കൂട്ടയോട്ടം നടത്തുകയും ശിങ്കാരിമേളം നടത്തുകയൊക്കെ ചെയ്യുമെങ്കിലും ചില പാവപ്പെട്ട മനുഷ്യരൊക്കെ ഈ വാതൊക്കെ വന്നെന്ന് കുരിശ് വരച്ചിട്ടൊന്ന് വണങ്ങുന്നുണ്ട്. അവരകത്ത് നമ്മൾ പലപ്പോഴും. അതുകൊണ്ട് നമ്മുടെ അസുഖം എന്ന് പറയുന്നൊരു പള്ളിമണി സിൻഡ്രോമാണ്. വലിയ വലിപ്പമൊക്കെ പറയുമെങ്കിലും അല്ല, നിങ്ങൾക്ക് മാത്രമല്ല. അച്ഛന്മാരെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അച്ഛന്മാർക്കതുണ്ട്, കൂടുതലുണ്ട്. എനിക്കത് കൂടുതലുണ്ട്. ഈ വൈദികരുടെ ഈ ശവസംസ്കാരം എന്ന് പറയുന്നത് ആ മൃതശരീരം മനുഷ്യനോട് പറയുന്നതാണ്. വൈദികരുടെ ശവസംസ്കാരത്തിൽ ഈ അച്ഛൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു പാട്ടുണ്ട്. ആ പാട്ട് ഈ നശ്വരമാ വീട് എന്നുള്ള പാട്ടിൻ്റെ ഒരു വരിയുണ്ട്. അതിനകത്ത് ഈ അച്ഛൻ പറയാണ്, നല്ലുപദേശങ്ങൾ ഹീനചരിത്രം ഞാൻ നൽകി എന്ന് പറഞ്ഞാല്, ഞാൻ ജീവിച്ചിരുന്നപ്പോൾ ഒത്തിരി പ്രസംഗിച്ചിട്ടുണ്ട്, ഉപദേശമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ മൂലം ശിഷ്യൻ നേടി, ഞാൻ നേടിയുമില്ല. ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ മനസ്സിലാവുന്നെങ്കിൽ തലകുലുക്കിക്കോളൂ. നല്ലുപദേശങ്ങൾ ഹീനചരിത്രം ഞാൻ നൽകി, ഞാൻ മൂലം ശിഷ്യൻ നേടി, ഞാൻ നേടിയുമില്ല. ഈയാനു താപത്തിൽ ബോധിച്ചെന്നെ ഏറ്റണമേ, നിൻ മണവറതന്റെ വാതിലെനിക്കറിയാൻ വയ്യ എന്ന് പറഞ്ഞാല്, ഞാനൊത്തിരി പ്രസംഗിച്ചിട്ടുണ്ട്, ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്, കുർബാന എല്ലിയിട്ടുണ്ട്. അപ്പൊ ഞാൻ മൂലശിഷ്യൻ നേടി, ഞാനൊട്ട്. ഇതാണ് പള്ളിമണി സിൻഡ്രം. ഒത്തിരി പേർക്ക് ഇതുവരെ സന്തോഷമാകാത്ത ഒത്തിരി പേർക്ക് ഇപ്പൊ സന്തോഷമായിട്ടുണ്ട്. അച്ഛന്മാരെ അങ്ങോട്ട് പറഞ്ഞപ്പോ, നിൻ മണവറ തന്റെ വാതിലെനിക്ക് അറിയാൻ വയ്യ. പ്രിയപ്പെട്ടവരെ, യോനയുടെ പുസ്തകത്തെക്കുറിച്ചൊരു ഒറ്റ വാക്കിലൊരു മെസ്സേജ് എഴുതാൻ പറഞ്ഞ ഇത് ഇങ്ങനെ എഴുതിക്കോണം: കരുണാവാതിലിൻ്റെ താക്കോൽ കണ്ണുനീർത്തുള്ളിയാണെന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പേരാണ് യോനയുടെ പുസ്തകം. ഒന്ന് പറയാമോ ഇവിടെ ഇരുന്നിട്ട്? മിണ്ടുകല്ല. ഒന്ന് പറഞ്ഞേ. അയ്യോ, എന്തിനെങ്ങനെ ഞരങ്ങണം? ഞാൻ പറഞ്ഞു തരാം. കരുണാവാതിലിൻ്റെ താക്കോൽ, ഒന്ന് ഉറക്കം പറഞ്ഞേ, കണ്ണുനീർത്തുള്ളിയാണെന്ന് പറയുന്ന പുസ്തകമാണ് യോനായുടെ പുസ്തകം, അല്ലേ? അവരുടെ ഈ സകല തിന്മകളെയും ഒരു കരുണയുടെ വാതിൽ തള്ളി തുറന്നൊരു കണ്ണുനീർത്തുള്ളി എന്ന താക്കോലിട്ടിട്ടാണ്.
അല്ലേ? കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന 41 നദികളുണ്ട്. കിഴക്കോട്ടൊഴുകുന്ന 3 നദികളുണ്ട്, കബനി, ഭവാനി, പാമ്പാർ. പക്ഷെ മേലോട്ടൊഴുകുന്ന ഒരൊറ്റ നദിയേ ഉള്ളൂ. അത് കണ്ണീരാ. അത് കണ്ണീരാ. കരുണാവാതിലിൻ്റെ താക്കോൽ കണ്ണുനീർത്തുള്ളിയാണ്. ഒരു ചോദ്യത്തിൽ അവസാനിക്കുന്ന ഒരു പുസ്തകം, എനിക്ക് കരുണ തോന്നരുതോ? ആ ചോദ്യം നമ്മളെ കൊണ്ടുപോവുകയാണ് ബലത്തിൽ നിന്ന് ബലം നൽകിയവനിലേക്ക്. ആ ചോദ്യം നമ്മളെ കൊണ്ടുപോവുകയാണ് അഹംഭാവത്തിൽ നിന്ന് അഹംബോധത്തിലേക്ക്. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയുടെ പ്രഭാതത്തിൽ നമ്മൾ ഈ പരിശുദ്ധ കുർബാന അനുഭവിച്ചു മടങ്ങുമ്പോൾ ഈ ചോദ്യം നമുക്ക് നേരെയുള്ള കരുണയുടെ മഴത്തുള്ളിയായി മാറട്ടെ. കുഞ്ഞേ, നിന്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കാൻ ഞാനുണ്ട്. ദൈവം ബലപ്പെടുത്തട്ടെ.